നിങ്ങളിൽ കഴിയുന്ന ദൈവമക്കൾ നാളെ നിങ്ങളുടെ നോട്ടിനകത്ത് ജസ്റ്റ് അതൊന്ന് എഴുതിക്കൊണ്ടുവരണം. നാളെ നമുക്കതിനെ ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്യാം. മോശെ മലയിലേക്ക് കയറിയപ്പോൾ ഒറ്റയ്ക്ക് കയറിപ്പോയി. ജനം മുഴുവൻ താഴെ ഇരുന്നു. മോശെ മടങ്ങി വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു. അതൊരു സ്റ്റഡി മെത്തേഡാണ്. എന്നാൽ യേശു രൂപാന്തര മലയിലേക്ക് പോകുമ്പോൾ യേശു തന്നെയല്ല പോയത്, കൂടെ അവരെയും കൂടെ കൊണ്ടുപോയി. അപ്പം യേശുവിനോട് ഒരുമിച്ച് പോയി മലയിലിരുന്ന് പഠിക്കുന്ന അനുഭവം. ആകയാൽ ഒന്ന് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ മാത്രം നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 തവണ ആവർത്തിച്ചതൊന്ന് വായിച്ചിട്ട് വരിക. ഓടിച്ച് വായിക്കരുത്, ഒന്ന് സാവകാശം ഒന്ന് നിർത്തി വായിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരധ്യായം വായിക്കുവാൻ എത്ര മിനിറ്റ് എടുക്കുന്നുവെന്നൊന്ന് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പോലെ, അതായത് അടുത്തിരിക്കുന്ന ഒരാൾ കേൾക്കത്തക്കവണ്ണം നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ വായന എന്തായിരിക്കും എന്നറിയാമോ? ഇച്ചിരി സ്ലോ ആയിരിക്കും. അല്ല, നമ്മൾ നമ്മുടെ വായ അനക്കാതെ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി നോക്കുക. ഒരു നിങ്ങളുടെ സെക്കൻഡ് സൂചിക്കകത്ത് നോക്കിയാൽ മതി. ടൈമറൊന്നും വെക്കണ്ട. സെക്കൻഡ് സൂചിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾ വായ അനക്കാതെ ഇതൊന്ന് വായിച്ചാൽ എത്ര സെക്കൻഡ് കൊണ്ട് വായിച്ച് തീരുമെന്നും, നിങ്ങളുടെ ശബ്ദം ഇതൊന്ന് വായിച്ചാൽ എത്ര സെക്കൻഡ് എടുക്കുമെന്നും നിങ്ങളൊന്ന് നോക്കുക. ഭയങ്കര സ്പീഡായിരിക്കും. നമ്മൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ നമ്മളത് വായിച്ചു തീരും. അതുകൊണ്ട് ഒന്ന് ശബ്ദമിട്ട് ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് വചനഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. കഴിഞ്ഞ രാത്രികളിൽ നാം ധ്യാനിച്ചത്. ഈ രാത്രി അത് പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് പറഞ്ഞു. വാട്ട് വാസ് ഓഡിബിൾ ഷുഡ് ബി വിസിബിൾ ബിഫോർ അസ്. നമ്മുടെ കാതുകളിൽ കേട്ടത് നമ്മുടെ കണ്ണുകളിൽ കാണണം. നമ്മുടെ ആത്മാവിൽ നാം കണ്ടതും കേട്ടതും ടാഞ്ചിബിളായി നമ്മുടെ ലോകത്തിൽ നമുക്ക് അനുഭവിക്കണം. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുകയാണ്? അവർ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. ബേത്ലഹേമിലേക്ക് പോകുക എന്നതിൻ്റെ ആത്മീയ വശങ്ങളെ നാം കഴിഞ്ഞ രാത്രികളിൽ ധ്യാനിക്കുകയാണ്. ആത്മീയമായി, ഒന്ന്, ബേത്ലഹേം എന്നാൽ അത് അപ്പത്തിൻ്റെ വീട് എന്ന് പറയുമ്പോൾ, ഒന്ന്, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോവുക. 2, ദൈവ ഇഷ്ടത്തിലേക്ക് പോവുക. 3, അപ്പത്തിൻ്റെ വീട് ലിറ്ററലി എടുക്കുമ്പോൾ അതിനകത്ത് പൗഡറിംഗ് ഉണ്ട്, അതിനകത്ത് സെറ്റിംഗ്, പേഷ്യൻ്റായി കാത്തിരിക്കേണ്ടതായ സമയമുണ്ട്. 3, അത് വറചട്ടിയിൽ വെന്തു വരുന്ന സമയമുണ്ട്. അപ്രകാരമുള്ള സീസണുകൾക്കപ്പുറമാണ് ഒരപ്പം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ കഷ്ടതകളിൽ കൂടെ ഒരു ദൈവ പൈതൽ തൻ്റെ വാഗ്ദത്തങ്ങളുടെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. 4-മതായി നാം കണ്ടത് അപ്പം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാകുന്നു. ആകയാൽ ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ക്രിസ്തുവിനോട് നാം അടുത്തു ചെല്ലുമ്പോഴാകുന്നു നാം ആ ബേത്ലഹേമിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ബേത്ലഹേമിൻ്റെ അനുഭവത്തെ നാം പഠിക്കുമ്പോൾ, ബേത്ലഹേമിൻ്റെ അനുഭവം വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുവാൻ കഴിയുമെന്നുള്ളിടത്താണ് നാം തുടങ്ങിയത്. എന്നാൽ കഴിഞ്ഞ രാത്രി നാം ധ്യാനിച്ചത് ബേത്ലഹേമിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ രാത്രി നാം ശമൂവേൽ പ്രവാചകൻ്റെ ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ് കണ്ടത്. ശമൂവേൽ പ്രവാചകൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ് നാം ശൗലിനെ തള്ളി എറിഞ്ഞെന്നിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. ശമൂവേലെ, നീ എത്ര കാലം നീ ദുഃഖിച്ചു കൊണ്ടിരിക്കും? ശമൂവേൽ, നിന്റെ ദുഃഖകാലത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. നിന്റെ സങ്കടകാലത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. എന്നും നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്, എന്നും നീ ദുഃഖിച്ചു കൊണ്ടിരിക്കരുത്. നിന്റെ ദുഃഖകാലം തീരണം. ആ ദുഃഖകാലം തീരുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് പറയുന്നു, നീ കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് പോവുക. നീ കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് ചെന്നുവെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ?
സ്തോത്രം, ദുഃഖകാലം മാറുകയുള്ളൂ. ബേത്ലഹേം എന്ന ക്രിസ്തുവിൻ്റെ വീട്ടിലേക്ക്, ആമേൻ, യേശുവിൻ്റെ അടുക്കലേക്ക്, മറ്റൊരുവങ്കലേക്കുമല്ല, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവും മനുഷ്യന് നൽകിയിട്ടില്ല. യേശുവിൻ്റെ ഭവനത്തിലേക്ക്, ബേത്ലഹേമിലേക്ക്, അപ്പത്തിൻ്റെ വീട്ടിലേക്ക് നീ ചെല്ലുക. എങ്കിൽ നീ നിന്റെ ദുഃഖത്തെ മാറ്റും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട ഉടനെ ശമൂവേൽ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് അവിടെ പോകുവാൻ കഴിയുകയില്ല, അവിടോട്ട് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ വളർത്തിയെടുത്തതായിട്ടുള്ള ശൗൽ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവനെ എനിക്ക് ഭയമാണ്. ഞാൻ ബേത്ലഹേമിലേക്ക് പോകുവാൻ തുനിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ വഴിതടഞ്ഞ് വെല്ലുവിളിക്കുന്ന ദുർശക്തികൾ. എന്നാൽ ശൗലിനെ ഭയപ്പെട്ട് ശമൂവേൽ പറയുകയാണ്, ഞാൻ ബേത്ലഹേമിലേക്ക് പോകുന്നു എന്ന് ശൗൽ കണ്ടാലല്ല, ശൗൽ കേട്ടാൽ അവൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലും. ഞാൻ ചെല്ലുന്നുവെന്ന് കേട്ടാൽ കൊല്ലും. ദൈവം ആദ്യം ശമൂവേലിൻ്റെ അടുക്കൽ എന്താണ് പറഞ്ഞത്? നീ ഒരു കൊമ്പിനകത്ത് തൈലം നിറച്ച് ആരും അറിയാതെ ബേത്ലഹേം വരെ പോയിട്ട്, ആരും അറിയാതെ എന്നല്ല, നീ ബേത്ലഹേം വരെ പോയി നീ ദാവീദിനെ, ഇശായിയുടെ മക്കളിൽ ഒരുത്തനെ നീ അഭിഷേകം ചെയ്യണമെന്ന്. കേട്ടപാടെ ശമൂവേൽ പറഞ്ഞു, എനിക്ക് പോകാൻ ഭയമാണെന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ ഭയമാണ്, കാരണം ശൗൽ അതെങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. അതിന് മറുപടിയായി ദൈവം പറഞ്ഞു, ശൗൽ കേൾക്കുമെന്ന് നീ ഭയപ്പെടുന്നുവോ? നീ പോകുമ്പോൾ ഒരു തൈലക്കൊമ്പ് മാത്രം പോരാ, പകരം ഒരു പശുക്കിടാവിനെ കൂടെ ശബ്ദമുണ്ടാക്കി കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പശുക്കിടാവിനെ പിടിച്ചുകൊണ്ട് നീ റാമയിൽ നിന്ന് ബേത്ലഹേമിലേക്ക് നടക്ക്. നീ ബേത്ലഹേമിലേക്ക് പോകുന്നത് ലോകമറിയട്ടെ, നീ ബേത്ലഹേമിലേക്ക് പോകുന്നത് നാടറിയട്ടെ, നീ ബേത്ലഹേമിലേക്ക് പോകുന്നത്, ആമേൻ, സമൂഹം അറിയട്ടെ. നീ മാനസാന്തരപ്പെട്ടത് നാട്ടുകാരറിയട്ടെ, നീ സ്നാനപ്പെട്ടത് നാട്ടുകാരറിയട്ടെ, നീ അന്യഭാഷ പറയാൻ തുടങ്ങിയത് നാട്ടുകാരറിയട്ടെ. അങ്ങനെ നീ ബേത്ലഹേമിലേക്ക് പോകുന്നുവെങ്കിൽ മാത്രമേ എൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ആമേൻ. സംബഡി ക്യാൻ ബി ക്രിപ്റ്റോ ക്രിസ്ത്യൻ, സീക്രട്ട് ക്രിസ്ത്യൻ ഫോർ എ വൈൽ. ഒരു സമയത്തേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരിക്കുവാൻ കഴിയും. പക്ഷേ എന്നുവരെയാണെന്നറിയാമോ? സ്തോത്രം. യേശുവിൻ്റെ കാലത്ത് 2 രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ രാത്രിയിൽ കർത്താവിനെ കാണാൻ വരുന്നയാളായിരുന്നു. മറ്റേയാൾ, സ്തോത്രം, അങ്ങനെ ഒരു ശിഷ്യനാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇവർ എന്ത് കണ്ടുവെന്നറിയാമോ? യേശുവിൻ്റെ മരണം കണ്ടു, യേശുവിൻ്റെ കാൽവറി കണ്ടു. കാൽവറി കണ്ട ഉടനെ ഈ 2 രഹസ്യ ശിഷ്യന്മാരും ആരായി തീർന്നുവെന്നറിയാമോ? പരസ്യ ശിഷ്യന്മാരായി തീർന്നു. അരിമത്യയിലെ യോസഫ് എന്ന മന്ത്രി രാത്രിയിൽ ചെന്ന് സന്ധ്യയിൽ പീലാത്തോസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ആ നസറായൻ്റെ ശവം ഇങ്ങ് ഞാൻ എടുത്തോട്ടെ എന്ന്. പീലാത്തോസ് ചോദിക്കുക, അതിന് ഇയാളും അയാളും തമ്മിൽ എന്തുവാടേ ബന്ധമെന്ന്. പെട്ടെന്ന് അരിമത്യയിലെ യോസഫ് പറഞ്ഞു, ഞാൻ ഇത്ര കാലം അവനെ രഹസ്യമായി ആരാധിക്കുകയും രഹസ്യമായി ഞാൻ അവനുമായി ബന്ധം പുലർത്തുകയും ചെയ്യുകയാണ്. എന്നാൽ അവൻ്റെ കാൽവറിയുടെ ദർശനം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ, ആമേൻ, ഞാൻ ഇനിയും ഒരു രഹസ്യ പെന്തിക്കോസുകാരനായിരിക്കത്തില്ല, ഒരു രഹസ്യ ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല, ഞാൻ രഹസ്യമായി കർത്താവിനെ ഏറ്റുപറയും. സ്തോത്രം. അപ്പോൾ കർത്താവ് രഹസ്യമായിട്ട് ബേത്ലഹേമിലേക്ക് പോകാനല്ല പറയുന്നത്, പകരം വെല്ലുവിളികളുടെ നേരെ, ശത്രുത്വങ്ങളുടെ നേരെ നെഞ്ചു വിരിച്ച ചങ്കൂറ്റത്തോടുകൂടെ കരയുന്ന ഒരു പശുക്കിടാവിനെയും പിടിച്ചുകൊണ്ട് നീ എങ്ങോട്ട് പോകണം? നീ, സ്തോത്രം, നീ ബേത്ലഹേമിലേക്ക് പോക എന്ന് പറഞ്ഞ് ശമൂവേലിനെ പറഞ്ഞയക്കുകയാണ്. ദുഃഖത്തെ മാറ്റുവാൻ വേണ്ടി ദൈവം പറഞ്ഞയക്കുന്നു. അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാം വാക്യം. കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. അടുത്തത് ബേത്ലഹേമിൽ ചെന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുന്നവൻ എവിടെ തന്നെ ചെല്ലും? ബേത്ലഹേമിൽ ചെന്നു. യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. ശമൂവേൽ ചെയ്തു, ബേത്ലഹേമിൽ ചെന്നു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് ഒരു ദോഷവും
ദൈവവും വരികയില്ല. രഹസ്യമായി പോകാൻ പ്ലാൻ ചെയ്ത ശമൂവേലിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ ആരെയും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടൊരു പശുക്കിടാവിനെ പിടിച്ചിറങ്ങിപ്പോ, എൻ്റെ വാക്കനുസരിച്ച്. വാസ്തവത്തിൽ ശമൂവേൽ ഇത് അനുസരിച്ചെങ്കിലും എവിടെയെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നേക്കാം. പക്ഷേ ഭയങ്ങൾക്ക് വിലയില്ലാതെ ശമൂവേൽ സുഖത്തോടുകൂടെ എവിടെ ചെന്നുവെന്നറിയാമോ? ശമൂവേൽ സുഖത്തോടെ ബേത്ലഹേമിൽ ചെന്നു. എൻ്റെ സഹോദരങ്ങളെ, ശമൂവേൽ ബേത്ലഹേമിൽ ചെല്ലുന്നിടം വരെ, ശമൂവേൽ ഈ പശുക്കിടാവിനെയും പിടിച്ച് ബേത്ലഹേമിൽ ചെല്ലുന്നിടം വരെയോ ശൗലിൻ്റെ ചുറ്റും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിടപ്പുണ്ടായിരുന്നു. അതാർക്കും മനസ്സിലായില്ല. അത് ഈവൻ ശമൂവേലിന് പോലും മനസ്സിലായില്ല. അത് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? ബേത്ലഹേമിൽ താൻ ചെന്ന് കഴിഞ്ഞപ്പോഴോ അറിഞ്ഞത്, ഇത്ര നേരം ഈ പശുക്കിടാവ് കരഞ്ഞിട്ടോ, ഇത്ര നേരം ഞാനിവിടേക്ക് തൈലക്കൊമ്പുമായി വരുന്നുവെന്നറിഞ്ഞിട്ടോ എന്നെ ആരും വഴി തടയാതിരുന്നത്, ശൗൽ എൻ്റെ വഴി തടയാതിരുന്നത്, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞവൻ എൻ്റെ വഴിയിൽ കയറി നിൽക്കാതിരുന്നത് എന്താണെന്ന് ശമൂവേൽ കണ്ടത് എപ്പോഴാണെന്നറിയാമോ? ശമൂവേൽ ബേത്ലഹേമിൽ ചെന്നപ്പോൾ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്ത് ശമൂവേൽ ബേത്ലഹേമിൽ എത്തിയപ്പോൾ ബേത്ലഹേമിലെ മൂപ്പന്മാരെല്ലാവരും എന്ത് ചെയ്തെന്നറിയാമോ? ബേത്ലഹേമിലെ മൂപ്പന്മാരെല്ലാം 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബേത്ലഹേമിലെ മൂപ്പന്മാരെല്ലാം വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റോ. ശമൂവേലിനെ കണ്ട് ഇവരെല്ലാം നിന്ന് വിറയ്ക്കുകയാ. അപ്പോഴാ ശമൂവേലിന് മനസ്സിലായത്, തൻ്റെ മേൽ കിടക്കുന്നതായ ദൈവ സാന്നിധ്യം, തൻ്റെ മേൽ കിടക്കുന്നതായ അഗ്നി മതിൽ, തൻ്റെ മേൽ കിടക്കുന്നതായ പ്രസൻസ്, ഈ അബഹസത്താരിയ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം ദൈവത്തിൻ്റെ പൈതലെ. സമന ലഗംദേനിയ പ്രബാല ലദോനിയ പ്രബാൽ ബാരിയ പ്രബോരിയ ലബബബറ സറ്റേനിയ ലബോനിയ കൽമാര താരിയ ലഗസ്യ പ്രബാജ പ്രമന ലഹത്യ രഹസത്തെ ലോകോ. ശമൂവേൽ ചെല്ലുന്നതൊരു യാഗം കഴിക്കാൻ, ശമൂവേൽ ചെല്ലുന്നതൊരു സൽക്കർമ്മത്തിനാണ്. പക്ഷേ ശമൂവേലിൻ്റെ വരവ് കണ്ടിട്ട് ഒരു സൽക്കർമ്മത്തിന് വരുന്ന, ആമേൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കല്യാണം നടത്താൻ വരുന്ന ഒരു പാസ്റ്ററെ കണ്ടാൽ മനസ്സിലാവത്തില്ലയോ ഇദ്ദേഹം കല്യാണം നടത്താൻ വരുവാണെന്ന്? ഒരു വീട് പാല് കാച്ചാൻ വരുന്ന ഒരു പാസ്റ്ററെ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? പക്ഷേ ശമൂവേൽ പ്രവാചകൻ്റെ വരവ് കണ്ടിട്ട് ഒരു സൽക്കർമ്മത്തിന് വരുന്നതാണെന്ന് തോന്നുന്നില്ല. ഭയങ്കര ടെറിബിളായിട്ടാണ് ശമൂവേൽ ബേത്ലഹേമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം അത് ശമൂവേലിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരു പക്ഷേ ഭയമായിരിക്കും. പക്ഷേ ശമൂവേലിനെ കവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രസൻസ്, ശമൂവേലിനെ കവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ബേത്ലഹേമിലെത്താതെ, നീ നിൻ്റെ വാഗ്ദത്തത്തിലെത്താതെ, നീ നിൻ്റെ നന്മയിലെത്താതെ, നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഏത് ഇരുൾബലങ്ങളുണ്ടെങ്കിലും നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ, നിന്നെ ചുറ്റിമിന്നുന്ന ദൈവസാന്നിധ്യത്തിനകത്ത് ശത്രുവിനെ തൊടാൻ കഴിയാതെ വണ്ണമുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം. സ്തോത്രം, സ്തോത്രം. ശമൂവേൽ ബേത്ലഹേമിലേക്ക് ചെന്നു. ശമൂവേൽ ബേത്ലഹേമിലേക്ക് ചെന്നു. ശമൂവേൽ ബേത്ലഹേമിലേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, അവിടെ യാഗത്തിന് ക്ഷണിച്ചു. യാഗത്തിന് ക്ഷണിക്കുമ്പോൾ, സ്തോത്രം, അവിടെ നടന്ന കാര്യം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഞാൻ നിന്നെ ബേത്ലഹേമിനെ ഇശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവം അവൻ്റെ മക്കളിൽ ഒരാളെ ആരായി കണ്ടു? രാജാവായി കണ്ടു. പക്ഷേ ആ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞോ? ഇല്ല. കുലത്തിന്, നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും അവനെ കാണാൻ കഴിഞ്ഞോ? ഒരുത്തരും അവനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരഭിഷക്തൻ ബേത്ലഹേമിൽ എത്തുമ്പോൾ അവിടെ മറഞ്ഞു കിടക്കുന്ന ചില നന്മകളെ പൊക്കിയെടുക്കാൻ കഴിയും. ഇന്ന് രാത്രി അറിഞ്ഞാട്ടെ, നിന്റെ ശുശ്രൂഷയുടെ നിയോഗത്തിൽ നീ കയറിയാൽ, നിന്റെ വിളിയിൽ നീ കയറിയാൽ, ആമേൻ, ആർക്കും മനസ്സിലാകാത്ത ചിലതിനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. പ്രവാചകം നിധി മറഞ്ഞു കിടക്കുന്ന വയൽ നിനക്ക് മനസ്സിലാകും. ആമേൻ. കൃപ മറഞ്ഞു കിടക്കുന്ന ഇടം നിനക്ക് മനസ്സിലാകും. ആമേൻ. നിധി മറഞ്ഞു കിടക്കുന്ന വയൽ നിനക്ക് കണ്ട മനസ്സിലാകും. ആമേൻ. രാജ്യത്വം മറഞ്ഞു കിടക്കുന്ന മനുഷ്യനെ കണ്ട നിനക്ക് മനസ്സിലാകാം. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ കണ്ണുകൾ നിനക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ. ലോകത്തിൽ
ദാവീദിന്റെ അകത്ത് രാജാവിനെ കണ്ടത് രണ്ടു പേരേ ഉള്ളൂ. ആരൊക്കെയാണെന്നറിയാമോ? സ്തോത്രം, ദൈവവും ശമൂവേലും. അപ്പോൾ ലോകത്താർക്കും കാണാത്ത ഒരു കണ്ണ് ആർക്ക് ലഭിച്ചോ? ശമൂവേലിന് ലഭിച്ചോ? ആമേൻ. ഇന്ന് രാത്രികാല ആമേൻ, നീ ബേത്ലഹേമിലേക്ക് പോ, നിന്റെ വിഷൻ മാറും. നീ ബേത്ലഹേമിലേക്ക് പോ, നിന്റെ സങ്കടം മാറുമെന്ന് എനിക്ക് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ബേത്ലഹേമിൽ നിന്റെ സങ്കടം മാറുന്ന ഇടം മാത്രമല്ല, ബേത്ലഹേം നിന്റെ ദർശനം തുറക്കുന്ന ഇടമാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുന്നു, ബേത്ലഹേം നിന്റെ സങ്കടം മാറുന്ന ഇടമല്ല, പകരം ബേത്ലഹേം നിന്റെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവുകൾ, നിന്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നിന്റെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റികൾ അത് ഓപ്പൺ ആകുന്ന സ്ഥലമാണ്. ദൈവം കാണുന്നത് നിനക്ക് കാണുവാൻ കഴിയുക, ദൈവം അറിയുന്നത് നിനക്ക് അറിയുവാൻ കഴിയുക. മനുഷ്യൻ കാണുന്നത് പോലെ നീ കാണത്തില്ല, മനുഷ്യൻ കേൾക്കുന്നത് പോലെ നീ കേൾക്കത്തില്ല, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കത്തില്ല, മനുഷ്യൻ പെരുമാറുന്നത് പോലെ നീ പെരുമാറത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്കൊരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നൽകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. കേവലം വിടുതലുകളുടെ പരമ്പരയല്ല റിജോയ്സിനകത്ത് നടക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ചിലരെ ശക്തമായി ദിവസങ്ങളിൽ സ്പിരിറ്റ് ഫലത്തിനകത്ത്, ആത്മശക്തിക്കകത്ത് നിങ്ങളെ എംപവർ ചെയ്ത് നിങ്ങളെ എക്വിപ്പ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഓരോ രാത്രികളിലും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായിട്ടാണ് ഇടപെടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ വിടുതലുകൾ ദൈവം നൽകുന്നുണ്ട്. എന്നാൽ അതിലുപരിയായി പരിശുദ്ധാത്മാവ് ഭയങ്കരമായി സ്പിരിച്വലി കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലരെ പണിതെടുക്കുന്ന മിനിറ്റുകളാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നിന്റെ മേൽ ദൈവം നൽകാൻ പോവുകയാണ്. യു ഷാൽ അണ്ടർസ്റ്റാൻഡ്. റാഥാനിയ, മനുഷ്യൻ കാണുന്നത് പോലെയല്ല, മനുഷ്യൻ അറിയുന്നത് പോലെയല്ല, മനുഷ്യൻ കേൾക്കുന്നത് പോലെയല്ല. നിനക്കൊരു സ്പെഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, നിനക്കൊരു സ്പെഷ്യൽ സെൻസിങ്. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ലധോനിയ, ലധാമന, ജപാർത്ഥനം, പ്രഭാഗപം, ഭ്രൂമമംബം, ബാലകമ്പം, ഡംബം, പ്രഭാർത്ഥാനം, ബിബം, പ്രഭോഷ്, മാർത്തേനിയ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുകയാണ്, ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുകയാണ്, ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുകയാണ്. ലധോനിയ, പ്രമഷ്, മർത്തേനിയ, രബ, പ്രവർത്തേനിയ, പ്രഭഷ്, കൽമോരിയ, പ്രഭാലഗഡഗഡഗഡബ, പ്രവർത്തേനിയ, റിബി, പ്രവർത്തോനിയ, പ്രഭഷ്, മൽത്തേനിയ, രഗലഗഡഗ, ശിബി, പ്രവർത്തോനിമ, ഹർധനാദിയ, ലാഭ, പ്രവർത്താരിയ, പ്രഭഷ്, ഏലെ, ഗഡേ, ഘരേദിയ, റൂമ, നഗസ്യ, പ്രബലഗഡഗംധനാദിയ, റിബല, ഹഡഗദരി, പ്രമോഷ്, മാർത്തേനിയ. ഇന്ന് രാത്രി അതരം തുറന്ന് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഏൽ ബഹദര, പ്രവർത്താനിയ, പ്രഭാരബാര, രാബ, പ്രവർത്തേനിയ, മഹസതര, പരാര, ഹഡന, റിമന, ഗഡഗ, പ്രവർത്തേനിയ, കർബനം, പ്രഭാർത്ഥാനിയ, റിബി, പ്രഭഷ്ബൽ, തോനിബ, പ്രവർത്തേനിയ, ലഹസതാരിയ, ലമ, പ്രഭാഷി, പ്രമോന, ഹഡന, ദഗാസിയ. ഓപ്പൺ ആകട്ടെ, സ്പിരിച്വൽ വൈസ് ഓപ്പൺ ആകട്ടെ. സോ നിന്റെ സ്പിരിച്വലൈസ് ഓപ്പൺ ആകട്ടെ, സ്പിരിച്വലൈസ് ഓപ്പൺ ആകട്ടെ, സ്പിരിച്വലൈസ് ഓപ്പൺ ആകട്ടെ. രീബി, പ്രവർത്തോനിയ, പ്രവർത്താനിയ. Let the eyes of your understanding, let the eyes of your understanding be enlightened. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കണ്ണുകൾ, ഹൃദയ ദൃഷ്ടിയുടെ കണ്ണുകൾ, മർഥനമന, പ്രഭാജ, നഹത്താനിയ. ജീസസ്. ആമേൻ. ഒരു നിമിഷം ഞാൻ അതിൻ്റെ ഒരു വാക്യത്തിലേക്കൂടെ പറഞ്ഞ് ദൈവസഭ അതിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ നടുവിൽ ആമേൻ, നിൻ്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നിൻ്റെ സ്പിരിച്വൽ സെൻസിങ് ഓപ്പണായി വരും. ഞാൻ അതിനായി ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കയറണം. ചില മിനിറ്റുകൾക്കകത്ത് എൻ്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഓപ്പൺഡ്, ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി എൻലൈറ്റൻഡ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ
വായിക്കുമ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും മഹത്വമുള്ള ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അടുത്തത് കണ്ടോ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണം. ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ, വെളിപ്പാടിൻ്റെ ആത്മാവിനെ. ജ്ഞാനം, അമേൻ അമേൻ അമേൻ. ജ്ഞാനം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ജ്ഞാനം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ജ്ഞാനം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വിസിബിൾ റലത്തിൽ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് എവിടെ വർക്ക് ചെയ്യാനാണെന്നറിയാമോ? അമേൻ, ഈ കാണുന്ന ലോകത്തിൽ. അപ്പൊ വെളിപ്പാടോ? അദൃശ്യ ലോകത്തിൽ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവനെ എക്വിപ്പ് ചെയ്യുകയാണ്. അവനെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിനക്കെങ്ങനെ പെരുമാറണമെന്നും ഈ ലോകത്തിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഇൻവിസിബിൾ റലത്തിനകത്ത് നിനക്കെങ്ങനെ പെരുമാറണമെന്നും ഒരു അമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ ഒന്ന് വന്ന് വഴക്കുണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. ഒരു പക്ഷേ അവൻ അന്നേരത്തെ ഒരു ഇമോഷനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? വഴക്കുണ്ടാക്കുന്നത്. അവനെ ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ജ്ഞാനം വേണം. പക്ഷേ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വളരെ സ്നേഹമായിട്ട് ഇടപെടുന്നു, പക്ഷേ അവൻ ഡിസപ്റ്റീവാണ് എങ്കിൽ അവനെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം? വെളിപ്പാട് വേണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഈ ദൃശ്യമായതല്ല ലോകത്തിന് കാരണം എന്ന് വെരുമാറ്. ഈ ദൃശ്യമായതല്ല ലോകത്തിന് കാരണമെങ്കിൽ ലോകത്തിൻ്റെ കാരണം എന്താ? അദൃശ്യമായത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മൾ കാണുന്നതിനെയല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാത്തതിനെ എത്ര നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ എഫെസ്യർ 1:17, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അടുത്ത ഭാഗം ഒന്ന് വായിച്ചോ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ഹൃദയദൃഷ്ടി എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഷുഡ് ബി എൻലൈറ്റൻഡ്. അതിൻ്റെ 18-ാം വാക്യം അങ്ങനെയല്ലേ? ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബീയിങ് എൻലൈറ്റൻഡ്. ആമേൻ. അങ്ങനെ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ? ആ കണ്ണുകൾ ആക്റ്റീവായിട്ടുണ്ടോ? ആമേൻ. നമ്മൾ പൂച്ചക്കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കണ്ണു വിരിഞ്ഞ കുഞ്ഞാണോ കണ്ണു വിരിയാത്ത കുഞ്ഞാണോ എന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കണ്ണ് വിരിയാത്ത പൂച്ചക്കുഞ്ഞിനും എന്തോ ഉണ്ടെന്നറിയാമോ? ജീവനുണ്ട്. അതിനും എന്തോ ചെയ്യാൻ കഴിയുമെന്നറിയാമോ? കരയാൻ കഴിയും. പക്ഷേ കണ്ണ് വിരിയുന്നത് എപ്പോഴാണെന്നറിയാമോ? വളർച്ച സംഭവിക്കുമ്പോൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച എല്ലാവരിലും ഈ അണ്ടർസ്റ്റാൻഡിങ് വിഷൻ ഓപ്പൺ ആയിരിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വളർച്ച വരുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു ദൈവകൃപയാണ് എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഐസ് തുറന്നു വരിക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരിൽ ഒരു വിവേചനത്തിൻ്റെ, അത് മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവേചനത്തിൻ്റെ ആത്മാവാണ്. വിവേചനമെന്ന് പറയുമ്പോൾ പ്രധാനമായി നാം 3 കാര്യങ്ങളെ വിവേചിക്കണം. 1, ആത്മാക്കളെ വിവേചിക്കണം, ദുരാത്മാവിനെ വിവേചിക്കണം. 2, വ്യക്തികളെ വിവേചിക്കണം. 3, കാലങ്ങളെയും സമയങ്ങളെയും അവസ്ഥകളെ, ചുറ്റുപാടുകളെ വിവേചിക്കണം. ആത്മാക്കളെ മാത്രം വിവേചിച്ചാൽ പോരാ. അതുകൊണ്ടാണ് പറയുന്നത്, യേശു അവരെ വിവേചിച്ചതുകൊണ്ട് തന്നെത്താൻ അവരുടെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. യേശു അവിടെ ആത്മാവിനെയാണോ വിവേചിച്ചത്? അല്ല, മനുഷ്യരെയാണ് യേശു വിവേചിച്ചത്. സ്തോത്രം. ആത്മാവിനെ വിവേചിക്കണം, മനുഷ്യരെ വിവേചിക്കണം, സാഹചര്യത്തെ വിവേചിക്കണം, അറ്റ്മോസ്ഫിയറിനെ വിവേചിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആകാശം ചുവന്ന് കണ്ടാൽ ഇന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ആകാശത്തെ, ദൈവം സൂര്യനെയും ചന്ദ്രനെയും വെക്കുമ്പോൾ പറയുകയാണ്, മനുഷ്യൻ ഇത് മുഖാന്തരം എന്ത് ചെയ്യണം? കാലങ്ങളെയും സമയങ്ങളെയും അവൻ വിവേചിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കാലങ്ങളെ സമയങ്ങളെയും കുറിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. കാരണം നിങ്ങളുടെ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എൻലൈറ്റ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും?
കാര്യം, അറ്റ്മോസ്ഫിയറിനെ, സീസണുകളെ, അവസ്ഥകളെ, സാഹചര്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക? വിവേചിക്കാൻ കഴിയും. ഇന്ന് രാത്രി 1 മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. യെസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ അനോയിന്റിങ്ങിന്റെ മേൽ, ആമേൻ, കൃപ അനോയിന്റിങ്ങിന്റെ മേൽ ഒരു ഹയർ അനോയിന്റിങ് ഇടാൻ പോവുകയാണ്. ആമേൻ, നിന്റെ കൃപയുടെ മേൽ ഒരു ഹയർ കൃപ, ഹയർ ഗ്രേസ് ഇടാൻ പോവുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന മഹത്വത്തിന്റെ മേൽ ഒരു ഹയർ ഗ്ലോറി ഇടാൻ പോവുകയാണ്. എ ഗ്ലോറി അപ്പോൺ ഗ്ലോറി, എ സ്ട്രെങ്ത് അപ്പോൺ സ്ട്രെങ്ത്, എ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ തലം അറിയുന്ന ഒരു നല്ല ശതമാനം ദൈവമക്കൾക്ക് അറിയുവാൻ കഴിയുക. ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹയർ ലെവലിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ പുതുതായി വന്നവർക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഈ സമയം ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവറിയുന്ന, ദൈവകൃപ അറിയുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവ് നിന്റെ സ്പിരിറ്റുവലത്തെ ആക്റ്റീവാക്കുകയാണ്. ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓപ്പൺ ആവുകയാണ്. ചില വ്യക്തികളെ നീ കയറി വരുമ്പോഴേ നിനക്ക് അവരുടെ ഒരു എക്സ്റേ മെഷീൻ പോലെ നിന്റെ കണ്ണുകൾ മാറട്ടെ. ഒരു സ്കാനിങ് മെഷീൻ പോലെ നിന്റെ കണ്ണുകൾ മാറട്ടെ. ഒരു മൈക്രോസ്കോപ്പിക് വിഷൻ, ഒരു ടെലസ്കോപ്പിക് വിഷൻ നിന്റെ കണ്ണുകൾക്കകത്ത് വരട്ടെ, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ വരട്ടെ. 1 മിനിറ്റ് ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ചിലരുടെ മുഖം കണ്ട് കാര്യങ്ങളെ വഹിക്കാൻ, ചിലരുടെ അവസ്ഥ കണ്ട് കാര്യങ്ങളെ വഹിപ്പാൻ, ചിലരുടെ സാഹചര്യങ്ങളെ കണ്ടാൽ Ramasia Prabhajana Samthano Brahmaja Prabhala Arthe Manasiya Prabhala Kategaram Pribarthoni Manamjara Prabartheni Mahasatara Lakhe Mahasatara Dia. Open your mouth. Tabala Baba Shikelia Yeshua Yangada Oh Labab Tabaria. Let our eyes of understanding be enlightened. Samdanambaram Prabhajagam Praudamartani Prabala Gadagasya. ഒരു വിവേചനത്തിന്റെ അധികാരം, ഒരു ഡിസേൺമെന്റ് സ്പിരിറ്റ് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ അത് പകരുമാറാകട്ടെ. വ്യക്തികളെ വിവേചിക്കുന്ന, സാഹചര്യങ്ങളെ വിവേചിക്കുന്ന, ആത്മാക്കളെ വിവേചിക്കുന്ന ഒരു ഹയർ സ്പിരിച്വൽ അതോറിറ്റി Jesus. Amen. Holy Spirit, ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിനക്ക് ഓപ്പൺ ആകട്ടെ. നീ ഏത് തെരഞ്ഞെടുക്കണമെന്ന്, നീ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയാൻ തക്കവണ്ണം, ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ നടത്തിപ്പ് തിരിച്ചറിയത്തക്കവണ്ണം നിന്റെ കാതുകൾ ട്യൂൺ ചെയ്യപ്പെടുകയാണ്, നിന്റെ കണ്ണുകൾ ട്യൂൺ ചെയ്യപ്പെടുകയാണ്, നിന്റെ ഹൃദയം ട്യൂൺ ചെയ്യപ്പെടുകയാണ്. Thank you, Master. Thank you, Master. Thank you, Master. Hallelujah. Jesus. ശമൂവേൽ ബേത്ലഹേമിൽ ചെന്നു. ശമൂവേൽ ഓരോരുത്തരുടെയും മുഖവും പൊക്കവും നോക്കുമ്പോൾ, ദൈവം ശമൂവേലിന്റെ അടുക്കൽ പറയുക, 7-ാം വാക്യത്തിൽ പറയുകയാണ്, ശമൂവേലെ, മനുഷ്യൻ നോക്കുന്നത് പോലെ നീ ഇനി നോക്കരുത്. നിന്റെ കണ്ണുകൾക്കപ്പുറമായി നിന്റെ സ്പിരിച്വൽ ഐസിനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ, നിന്റെ ആത്മാവിന്റെ കണ്ണുകളെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്.
കണ്ടോ, ബേത്ലഹേമിൽ ചെന്നപ്പോൾ ശമൂവേലിൻ്റെ സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവ് ഓപ്പൺ ആയി തീർന്നു. അതുവരെ ആരും കാണാത്തത് ചിലതിനെ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം, അത് നിന്റെ ബിസിനസ്സിനകത്ത്, പ്രൊഫഷനകത്ത്, കരിയറിനകത്ത്, സകലത്തിനകത്തും ഇതിന് സ്വാധീനമുണ്ട്. ആമേൻ. ആരും എക്സ്പോഷർ കാണാത്ത ചിലതെ തൊടാൻ ദൈവം നിന്നെ പ്രേരിപ്പിക്കും. ആരും നന്മ കാണാത്ത ചില വഴിക്കകത്ത് നന്മയുണ്ടെന്ന് ദൈവം നിന്നോട് പറഞ്ഞു തരും. എല്ലാവരും അപ്രൂവ് ചെയ്ത ചില പേപ്പറുകളെ പിടിച്ചു വെക്കാൻ ദൈവം നിന്നോട് പറയും. എല്ലാവരും സൈൻ ചെയ്തു പോയ ചിലതിനെ റീടെസ്റ്റ് ചെയ്യാൻ ദൈവം നിന്നോട് പറയും. എല്ലാവരും വാഴ്ത്തിപ്പാടി കൊണ്ടു നടക്കുന്ന ചിലരെ മാറ്റി നിർത്താൻ ദൈവം നിന്നോട് പറയും. എല്ലാവരും സല്യൂട്ട് ചെയ്യുന്ന ചിലരെ അടുക്കൽ തിരിഞ്ഞു നടക്കാൻ ദൈവം നിന്നോട് പറയും. ആമേൻ. എല്ലാവരും പോകുന്ന ചില ഫീസ്റ്റുകൾക്ക് പോകരുതെന്ന് ദൈവം നിന്നോട് പറയും. ആമേൻ. ഭയങ്കരമായി പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ആമേൻ. എല്ലാവരും വളരെ നല്ലതെന്ന് പറയുന്ന ചിലതിനകത്തൊരു ഡേഞ്ചർ സോൺ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കും. ഹോളി സ്പിരിറ്റ് ഭയങ്കരമായ ഒരു സ്പിരിറ്റ് റൂളർഷിപ്പിലേക്ക് എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് നമ്മളിൽ സംഭവിക്കുമ്പോൾ, അത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓപ്പൺ ആകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിൽ നിറയുമ്പോഴും കൈയടിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും മാത്രമല്ല, നമ്മുടെ സോഷ്യൽ ലൈഫിൽ, നമ്മുടെ ഓഫീസിനകത്ത്, നമ്മുടെ സെക്യുലർ ഫീൽഡിൽ വ്യക്തമായിട്ട് ഇത് ആക്റ്റീവായി കിടക്കുന്നത് കാണാൻ കഴിയും. നിന്റെ ഡിസിഷൻ നീ എടുക്കുന്ന ഡിസിഷനുകൾ, നീ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ ഇരിക്കും. ആ ലാക്കസിയ പ്രമാന കൽബാരാദിയാദര ഹോ ആമേൻ 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 ആമേൻ. ഒരു ഭയങ്കര പ്രഡിക്ഷൻ അതോറിറ്റി ഇതിന്റെ മേൽ വരും. കപ്പലുടമസ്ഥനും മാലുമിയും പറഞ്ഞു റൂട്ട് ഇതാ നല്ലതെന്ന്. പൗലോസ് പറഞ്ഞു പോന്ന വഴി കഷ്ടവും നഷ്ടവും ഉണ്ടാകുമെന്ന്. ഒരു വാക്കും തെറ്റിയില്ല. ആമേൻ. അവിടെ വെച്ച് എല്ലാവരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചോ, കപ്പല് തകരെ, നമ്മൾ രക്ഷപ്പെടുമെന്ന്. അന്ന് പൗലോസ് ഇവരെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ വെള്ളത്തിൽ ഒരുത്തന് നീന്തി കരപറ്റത്തില്ലായിരുന്നു. ആമേൻ. ആ കഴിച്ച് ശരീരം ബലപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു ആമേൻ ഭക്ഷണം കഴിക്കുന്ന ടൈമിങ് പോലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്, പൗലോസിനെ കൊണ്ട് നിയന്ത്രിപ്പിക്കുകയാണ്. അതാണ് ഒരു സ്പിരിച്വൽ വിഷൻ എൻലൈറ്റ് ചെയ്യപ്പെട്ടാലുള്ള പ്രത്യേകത. ചില വഴികളെ തിരിഞ്ഞു പോകാൻ നോക്കും. ചില സമയങ്ങളിൽ ആമേൻ 9 മണിക്ക് നീ ഇറങ്ങാൻ നിൽക്കുന്ന ഇടത്ത് ആമേൻ എന്തോ കാരണവശാൽ നീ 9-9:30 ആയിട്ടും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക. ആമേൻ. കാരണം പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2026 പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റിനകത്ത് ഞാൻ ചലിക്കും. അങ്ങനെ ഒരു കൃപയ്ക്കകത്ത് ഞാൻ ചലിക്കും. അതാണ് ആത്മീയ ജീവിതം. അതാണ് ആത്മീയ ജീവിതം. അതാണ് ആത്മീയ ജീവിതം. ഇന്ന് രാത്രികാലം പ്രവർത്തേനിയ ലിഖേറ്റേരിയ പ്രവർത്തേനിയ പ്രബോഷോലിയ പ്രവർത്തേനിയ ലോർമോ ബ്രോ പ്രോഷ് ബെലേക്കെ പ്രമോനിയ പ്രബോ ലോ റേസത്തേനിയ ലബ പ്രബോ ലബ പ്രവർത്തേനിയ പ്രഭാതാനി ലമമനബരബലബലബൗഡിബ പ്രവർത്താനി സിബിബിബി ബഹോറബറബ പ്രവർത്താനിയ സംരബഹതാനിയ. ആമേൻ ആമേൻ. ഈ വിവേചനം 2 തലത്തിലുണ്ട്. ഒന്ന് സ്പിരിച്വൽ വേൾഡിലുണ്ട്, 2 സോഷ്യൽ വേൾഡിൽ അല്ലെങ്കിൽ സെക്കുലർ നാച്ചുറൽ വേൾഡിലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 2:14 പറയുന്നത് ആത്മീക വിവേചനത്തെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14. എനിക്കറിയാം ഇത് എല്ലാവർക്കും അത്ര സ്മൂത്തായിട്ട് കയറിപ്പോകുന്നതല്ല, പക്ഷേ ഇത് സ്പിരിച്വാലിറ്റിയുടെ ഡെപ്താണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദിവസങ്ങളിൽ 2026 ചിലരെ പ്രവേശിപ്പിക്കും.
പ്രവേശിപ്പിക്കുമ്പോൾ ഈ ഒരു അതോറിറ്റിക്കകത്താണ് കയറ്റാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ശുശ്രൂഷിക്കുന്നത്. ആമേൻ. അവിടെ പറയുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവൻ എന്തായിരിക്കും? ഭോഷത്വമായിരിക്കും. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഇത് ഒരളവ് വരെ എന്താണെന്നറിയാമോ? ആമേൻ. ദൈവികമായ വെളിപ്പാടും സത്യവും ഉപദേശവും സ്പിരിച്വൽ തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അവരത് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ അത് ഒരു ഭാഗം. എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 15-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകൻ സകലത്തെയും വിവേചിക്കും. അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഫുഡ് കണ്ടാൽ ചിലപ്പോൾ അവൻ പറയും അത് കഴിക്കേണ്ടതല്ല, എടുത്ത് കളഞ്ഞേക്കാൻ പറയും. അവൻ്റെ വീട്ടിൽ ഒരുത്തൻ കയറി വന്നാൽ ഇത് നല്ല ആശയത്തിലല്ല എന്ന് പറയും. അവൻ ഒരിടത്തേക്ക് പോകാൻ തുടങ്ങിയാൽ അതിനകത്തൊരു ട്രാപ്പ് ഉണ്ടെന്ന് പറയും. സകലത്തെയും. ആത്മീകൻ ആത്മാവിനെയോ മനുഷ്യനെയോ സാഹചര്യത്തെയോ എന്നല്ല, പൗലോസ് ഒറ്റ വാക്കിൽ എല്ലാം കൂടെ ചേർത്ത് പറയാ, ഒരു ആത്മീകന് വിവേചിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാതെ മീശം പിടിച്ച് കയ്യും കൊട്ടി നടക്കുന്ന ഒരു പഴങ്ങഞ്ഞി ജീവിതമല്ല. പകരമോ ആത്മീകൻ സകലത്തെയും എന്ത് ചെയ്യുകയാണ്? വിവേചിക്കുകയാണ്. എന്നിട്ട് അടുത്ത സെന്റൻസ് എനിക്ക് എൻ്റെ ലൈഫിനകത്ത് ഞാൻ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ഒരു ഭാഗമാണ്. എന്താണെന്നറിയാമോ? താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ നോബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിം. അവനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയത്തില്ല. നീ ദരിദ്രനാണോ നീ ധനവാനാണോ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. നീ ദുഃഖിച്ചിരിക്കുകയാണോ നീ സന്തോഷിച്ചിരിക്കുകയാണോ ആർക്കും നിന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. നീ സ്ട്രോങ് ആണോ വീക്കാണോ ആർക്കും നിന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യന്റെ അളവുകോല് വെച്ച് അളക്കാൻ കഴിയാത്ത ഒരു ലെവലിൽ സ്വർഗം നിന്നെ പിടിച്ചു നിർത്തും. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അവനെ പഠിക്കാൻ കഴിയത്തില്ല. അവനെ ഏതൊക്കെ പാതയ്ക്കകത്തൂടെ നടത്തിയാലും മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അവനെ അളക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു ആത്മീയനായി കഴിയുമ്പോൾ നിന്റെ സ്വഭാവത്തെ, നിന്റെ ഇഷ്ടങ്ങളെ, നിന്റെ അനിഷ്ടങ്ങളെ ഒന്നിനെയും മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അളന്നെടുത്ത് നിന്നെ ട്രാപ്പിലാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ഒരു ആത്മീയ അധികാരം എൻ്റെ മേൽ വീഴുകയാണ്? നിന്നെ ഒരുത്തൻ മുൻവിധി ഇട്ട് അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ ആർക്കും ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ നിന്നെക്കുറിച്ച് നിന്റെ അടുക്കലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. വരുമ്പോൾ ഒരാൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത് വിടുകയാണ്, പുള്ളിക്കാരൻ ഭയങ്കര കോപമാണ് കേട്ടോ, സൂക്ഷിച്ച് നിൽക്കണമെന്ന്. അപ്പം ഈ മനുഷ്യൻ വരുന്നത് ഒരു കോപിയായ മനുഷ്യനെ കാണാനാ. പക്ഷെ ഇദ്ദേഹം വന്ന് ഇടപെടുമ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല. നിന്നെക്കുറിച്ച് മനുഷ്യൻ പറഞ്ഞു പരത്തുന്നതൊന്നും നിന്റെ അടുക്കൽ വരുമ്പോൾ എന്ത് സംഭവിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വീഴുമ്പോൾ നിന്റെ മേൽ ഒരു വിവേചന അധികാരം വീഴുക മാത്രമല്ല, മറ്റുള്ളതിനെ വിവേചിക്കുവാനുള്ള ഒരു കഴിവ് മാത്രമല്ല, നിന്നെ ആരും മെഷർ ചെയ്യാതെ വേണം. സ്തോത്രം. അപ്പോൾ ബേത്ലഹേമിലേക്ക് ചെന്ന ശമൂവേലിന് എന്ത് ലഭിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ ലഭിച്ചു, ദൈവത്തിൻ്റെ ഹൃദയം ലഭിച്ചു. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ അതേ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് ഒന്ന് വരുമ്പോൾ 16-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ. പക്ഷെ അടുത്ത ഭാഗം കണ്ടോ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പം നമ്മുടെ മൈൻഡ് ആരുടെ മൈൻഡായി മാറി? ക്രിസ്തുവിൻ്റെ മനസ്സ്. അപ്പം ഒരു വിഷയത്തിനകത്ത് ക്രിസ്തു എന്താണോ ചിന്തിക്കുന്നത് അതേ ചിന്ത നമ്മുടെ അകത്ത് വരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, യേശു ഒരിക്കലും പറയാത്ത ചില വാക്കുകൾ. യേശു ജീവിതത്തിൽ ആരുടെയെങ്കിലും അടുക്കൽ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും അടുക്കൽ യേശു സോറി പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ അടുക്കൽ. അപ്പം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരുത്തേണ്ട ഒരു തീരുമാനം യേശു എടുത്തിട്ടില്ല. റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു തീരുമാനം യേശു എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തുവിൻ്റെ മനസ്സ് വരുമ്പോൾ
നമ്മുടെ ലൈഫിനകത്ത് ഡിസിഷൻ മേക്കിങ്ങേ ഉണ്ടാകത്തില്ല. പകരം എന്ത് ഡിസിഷനാണോ കർത്താവ് നമുക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്, ആ ഡിസിഷനെ നമ്മൾ ഫോട്ടോ കോപ്പി ചെയ്ത് വിടത്തേ ഉള്ളൂ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. സ്തോത്രം. നമ്മളൊരു ഹാർഡ്വെയർ ആയിരിക്കും, പക്ഷേ സോഫ്റ്റ്വെയർ ഏതായിരിക്കും? ക്രിസ്തു. ആമേൻ. ഇപ്പോൾ പ്രധാനമായി നമ്മുടെ ഫോണുകളിലൊക്കെ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒന്ന് ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റേത് ആൻഡ്രോയിഡും. ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അത് ചൈന ഫോണാകട്ടെ, ഇന്ത്യൻ ഫോണാകട്ടെ, സാംസങ് ആകട്ടെ, കൊറിയൻ ഫോണാകട്ടെ, ഏത് ഫോണും ആയിരിക്കട്ടെ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഇതേതായിരിക്കും? ആൻഡ്രോയിഡ് 13, 14 ഈ സംഗതി ആയിരിക്കും. അപ്പം ഹാർഡ്വെയർ ഏതായിരുന്നാലും സംഗതി സോഫ്റ്റ്വെയർ ഏതാണ്? ആൻഡ്രോയിഡാണ്. ഇതുപോലെ നമ്മൾ ആഫ്രിക്കനാകട്ടെ, അമേരിക്കനാകട്ടെ, ഏഷ്യനാകട്ടെ, ഏത് മനുഷ്യൻ നമ്മൾ ആരുമായിരിക്കട്ടെ, നമ്മുടെ അകത്ത് ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായിരിക്കും? ക്രിസ്തുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഡിവൈസ് ഏതാണെന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം, അകത്ത് കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത്. അതാണ് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നമ്മുടെ ബുദ്ധി, ഈ മൈൻഡിനകത്താണ് എന്തു ഇരിക്കുന്നതെന്നറിയാമോ? ചിന്താശേഷി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ബുദ്ധി ആരുടെ ബുദ്ധിയായി മാറ്റപ്പെടും? ഈ ക്രിസ്തുവിൻ്റെ ബുദ്ധിയായി മാറ്റപ്പെടും. നമ്മുടെ ചിന്തകൾ, നിലവുകൾ മുഴുവനും, ഈവൻ അവർ ഇമോഷൻസ്, അതെന്തായി മാറ്റപ്പെടുമെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ഇമോഷനുമായിട്ട് അലൈൻ ചെയ്യപ്പെടുവാൻ തുടങ്ങാം. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, ക്രിസ്തുവിൻ്റെ തീരുമാനങ്ങൾ, ക്രിസ്തുവിൻ്റെ നിരൂപണങ്ങൾ നമ്മുടെ വായിൽ കൂടെ വരുവാൻ തുടങ്ങും. ആത്മീകനായി ജീവിക്കുന്നതിൻ്റെ റിയാലിറ്റി കണ്ടോ? ആത്മീകനായി ജീവിക്കുന്നതിൻ്റെ കൈയടിച്ച് പാട്ടും പാടി നടക്കുന്നവനല്ല ആത്മീകൻ. ആത്മീകൻ അവൻ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്നവനാണ്. സ്തോത്രം. ഞാൻ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ശമൂവേൽ ബേത്ലഹേമിലേക്ക് കടന്നു ചെന്നു. ദുഃഖം മാറി. 2, ദൈവത്തിൻ്റെ കണ്ണുകൾ തനിക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ ഹൃദയം തനിക്ക് ലഭിച്ചു. 3, സ്തോത്രം, തൻ്റെ മേൽ ഒരു അസാധാരണ പ്രൊട്ടക്ഷൻ ബേത്ലഹേം വരെയും ദൈവം നൽകുകയുണ്ടായി. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എനിക്കൊന്ന് വായിച്ചു തരണം. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. നമുക്കറിയാം ഇത് ആരാകുന്നു ബേത്ലഹേമിലേക്ക് നടന്നത്? നവോമിയും റൂത്തുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ശമൂവേൽ ബേത്ലഹേമിലേക്ക് നടന്നപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളെ നാം കണ്ടു. എന്നാൽ റൂത്തും നവോമിയും ബേത്ലഹേമിലേക്ക് നടക്കുമ്പോൾ സംഭവിച്ച വിഷയത്തിലേക്ക് ഞാൻ ആദ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു റിസ്റ്റോറേഷൻ സംഭവിച്ചു. ബേത്ലഹേമിലേക്ക് ഒരുവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ എന്തു സംഭവിക്കും? ഒരു റിസ്റ്റോറേഷൻ സംഭവിക്കും. ആമേൻ. ഇന്ന് രാത്രി 2025 അവസാനം പറഞ്ഞാട്ടെ, ഞങ്ങൾ ബേത്ലഹേം വരെ നടക്കും എന്ന് പറഞ്ഞാൽ അണ്ടിൽ വി ഗെറ്റ് റിസ്റ്റോർഡ്, ഞങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടുന്നിടം വരെയും ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. എനിക്ക് റിസ്റ്റോർ ചെയ്യപ്പെടണം. ഇന്ന് രാത്രി എനിക്ക് റിസ്റ്റോർ ചെയ്യപ്പെടണം. സ്തോത്രം. നവോമിയുടെ റിസ്റ്റോറേഷനിലേക്ക് നവോമിയുടെ റിസ്റ്റോറേഷൻ, സ്തോത്രം, റൂത്തിൻ്റെ റിസ്റ്റോറേഷൻ, 2 റിസ്റ്റോറേഷനുകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഒരു റിസ്റ്റോറേഷൻ അപ്ഗ്രഡേഷനോടുകൂടിയായിരുന്നു. ആരുടേതാണ്? റൂത്തിൻ്റേത്. സ്തോത്രം. ആമേൻ. ആകയാൽ റിസ്റ്റോറേഷൻ വിത്ത് അപ്ഗ്രഡേഷൻ. സ്തോത്രം. അത് എവിടെ ചെല്ലുമ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാമോ? അത് സംഭവിക്കുന്നത് ബേത്ലഹേമിൽ ചെല്ലുമ്പോഴാണ്. റിസ്റ്റോറേഷൻ വിത്ത് അപ്ഗ്രഡേഷൻ. ഞാൻ നവോമിയുടെ റിസ്റ്റോറേഷനിലേക്ക് ആരംഭത്തിൽ കയറുകയാണ്. നവോമി റിസ്റ്റോർ ചെയ്യപ്പെട്ടു. സ്തോത്രം. നവോമി റിസ്റ്റോർ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗം ഞാൻ ചോദിക്കും,
ചോദിക്കുകയാണ്, ആരാണ് ഇത് തകർത്ത് കളഞ്ഞത്? ആരാണിത് തകർത്തു കളഞ്ഞത്? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആ വീട്ടിലെ ഒരു അപ്പനെടുത്ത തീരുമാനം ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. പക്ഷേ അപ്പൻ്റെ തീരുമാനം തകർത്ത് കളഞ്ഞ കുടുംബത്തെ അമ്മയുടെ തീരുമാനം പണിതെടുത്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പിതാക്കന്മാരുടെ തീരുമാനം തകർത്തതായിരിക്കാം നിന്റെ കുടുംബം. നിന്റെ മാതാപിതാക്കളുടെയോ നിന്റെ സഹോദരങ്ങളുടെയോ നിന്റെ പൂർവന്മാരുടെയോ തീരുമാനം നിന്റെ കുടുംബത്തെ തകർത്തിട്ടുണ്ടായിരിക്കാം. അത് പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടൊരു കാര്യവുമില്ല. പകരം ആമേൻ, എലീമേലെക്ക് തകർത്തതിനെ നവോമി റിസ്റ്റോർ ചെയ്യാൻ തുടങ്ങി. നിന്റെ ഒരാളുടെ തീരുമാനം റിസ്റ്റോറേഷനിലേക്ക് നയിക്കും. നിനക്ക് റിസ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പനെ കുറ്റം പറഞ്ഞിട്ടും വലിയപ്പനെ കുറ്റം പറഞ്ഞിട്ടും കുടുംബക്കാരെ കുറ്റം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ആമേൻ. കുറ്റം പറഞ്ഞാൽ മോവാബിൽ തന്നെ ഇരിക്കത്തേയുള്ളൂ. ആമേൻ. കുറ്റം പറയുകയല്ല, റിസ്റ്റോർ ചെയ്യണം. ആമേൻ. ആ റിസ്റ്റോറേഷൻ്റെ കാരണം ഞാനായിരിക്കും. ആ റിസ്റ്റോറേഷൻ്റെ ലീഡർ ഞാനായിരിക്കും. നവോമി എടുത്ത ഒറ്റ തീരുമാനം ഒരു റിസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. ഇവിടെ പറയുകയാണ്, അവർ ബേത്ലഹേം വരെയും നടന്നു. ബേത്ലഹേം വരെയും നടന്നുവെന്ന് പറയുമ്പോൾ എവിടെയാണ് അവരുടെ നടത്തം ആരംഭിച്ചത്? എവിടെയാണ് അവരുടെ നടത്തം ആരംഭിച്ചത്? മോവാബിൽ നിന്ന് ബേത്ലഹേം വരെ അവർ നടക്കുകയാണ്. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് അവർ നടക്കുകയാണ്. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് അവർ നടന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബേത്ലഹേമിൽ എത്തണമെങ്കിൽ നമ്മൾ നടക്കണം. അതിന് ഒന്നാമത് സ്തോത്രം, നമ്മൾ മോവാബ് വിടണം. മോവാബ് വിടുക എന്നുള്ള ഭാഗത്തിലേക്ക് ഞാൻ സാവകാശം കടന്നു വരാം. അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ അതിനെ ഞാൻ തൊടാം. സ്തോത്രം. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്കുള്ള യാത്രയിലേക്ക് വരുമ്പോൾ 3 ടെറൈനുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതാണ്ട് 80 തുടങ്ങി 100 വരെയുള്ള ദൂരം അതിനകത്ത് സാഹചര്യങ്ങളനുസരിച്ച്, സീസൺ അനുസരിച്ച് മാറ്റം വരും. സാധാരണ മർച്ചൻസ് പോകുകയാണെങ്കിൽ ഏതാണ്ട് 6 തുടങ്ങി 7 ദിവസം വരെ എടുക്കും മോവാബിൽ നിന്ന് ബേത്ലഹേം വരെ യാത്ര ചെയ്യുവാൻ. എന്നാൽ നവോമിയും രൂത്തും അവർ സ്ത്രീകളും ബലഹീനരും സന്ധ്യയാകുമ്പോഴേ യാത്ര നിർത്തുന്നവരുമായിരുന്നത് കൊണ്ട് 9 തുടങ്ങി 8 തുടങ്ങി 10 ദിവസം വരെ എടുത്തിരിക്കാം ഇവരുടെ യാത്രയ്ക്ക്. അതെത്ര ദിവസവുമായിരിക്കട്ടെ, ദിവസങ്ങളെക്കാട്ടിലുപരി അവിടെ 3 ടെറൈനുകളാണ് മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് 3 ടെറൈനുകളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് യോർദാൻ്റെ താഴ്വാരമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചാവുകടലാണ്, ചാവുകടലിൻ്റെ തീരമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന യഹൂദ മലയാണ്. അപ്പോൾ ഒന്നാമത് ഇവരെവിടെയൊക്കെ, മോവാബ് എന്ന് പറയുന്നത് ഒരു ഉയർന്ന സ്ഥലമാണ്. മോവാബ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാം, മോവാബ് സമഭൂമിയിൽ നിൽക്കുന്ന ഇസ്രായേലിനെ പ്രാകുവാൻ തക്കവണ്ണം പർവ്വതങ്ങളുടെ മുകളിൽ കയറി നിൽക്കുന്ന ബാലാക്കിനെയും ബലയാമിനെയും നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും സമഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഉയർന്ന പ്രദേശമാണ് ഏത്? മോവാബ്. ഈ മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വരണമെങ്കിൽ ആദ്യം എവിടേക്ക് ഇറങ്ങണമെന്നറിയാമോ? ആദ്യം ഇറങ്ങേണ്ടത് ഒരു യോർദാൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങണം. അതൊരു ഭയങ്കര സ്റ്റീപ്പായിട്ട് കുത്തനെ കിടക്കുന്നതായിട്ടുള്ള ഒരു താഴ്വാരമാണ്. ലോകത്തിൻ്റെ ഭൂപ്രകൃതിയിൽ തന്നെ ഏറ്റവും താണു കിടക്കുന്ന പ്രദേശമെന്ന് പറയുന്നത് ഏതായിരിക്കുമെന്നറിയാമോ? ഈ യോർദാൻ്റെ താഴ്വാരമാണ്. ദ ഹോൾ യൂണിവേഴ്സൽ ജോഗ്രഫി നിങ്ങൾ എടുത്ത് പഠിച്ചാൽ യോർദാൻ്റെ താഴ്വാരം ഏറ്റവും താണു കിടക്കുന്ന സ്ഥലമാണ്. ഞാനൊന്ന് പറയട്ടെ, ബേത്ലഹേമിലേക്ക് ഒരു മനുഷ്യൻ കയറണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണമെന്നറിയാമോ? ഒരു യോർദാൻ്റെ താഴ്വാരം ഉണ്ടായിരിക്കണം. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് ഒരു ജീവിതത്തിൻ്റെ റിസ്റ്റോറേഷനകത്ത് എന്തുണ്ടെന്നറിയാമോ? ഒരു സ്റ്റീപ്പ് വാലി അവിടെ ഉണ്ടാകണം. ഒരു കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് ഇറങ്ങണം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ചില കുത്തിറക്കങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ? ഒരു റിസ്റ്റോറേഷനും അപ്ഗ്രഡേഷനും വേണ്ടിയുള്ളതാണ്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ചില സ്റ്റീപ്പ് വാലികളിലേക്ക് ദൈവം എന്നെ ഇറക്കുന്നെങ്കിൽ അതിനപ്പുറം ഒരു ബേത്ലഹേം എനിക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇടയ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. ആമേൻ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ ആ ഭാഗത്തിലേക്ക് വന്നാൽ മാത്രമേ യോർദാൻ്റെ താഴ്വാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ
മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഞാനൊന്ന് ചോദിക്കാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, നല്ല ഇടയനാ, പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തും, സ്വസ്ഥമായ വെള്ളത്തിനരികത്തേക്ക് നടത്തും, പ്രാണനെ തണുപ്പിക്കും. പിന്നെന്തിനാ ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നടത്തുന്നത്? ആ ഒരു സീസൺ അങ്ങ് ഒഴിവാക്കി വിട്ടൂടെ? എന്തിനാണ് കൂരിരുൾ താഴ്വരയിൽ കൂടെ ഒരു ഇടയൻ ആടുകളെ നടത്തുന്നത്? അത് ആവശ്യമുള്ള വിഷയമാണോ? അത് വേണ്ട എന്നൊന്ന് ഒഴിവാക്കി തന്നൂടെ? ഞാൻ പറയട്ടെ, മോവാബിൽ നിന്ന് ബേത്ലഹേമിൽ എത്തണമെങ്കിൽ, ഒരു റിസ്റ്റോറേഷനും അപ്ഗ്രഡേഷനും സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിച്ചേ കഴിയത്തുള്ളൂ? ഒരു യോർദാൻ വാലിയിൽ കൂടെ, ആമേൻ, ഒരു കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലേ കഴിയുകയുള്ളൂ. എന്താണ് ഈ കൂരിരുൾ? എപ്പോഴാണ് ഒരാടും ഇടയനും കൂരിരുൾ താഴ്വരയിൽ കൂടി കടക്കുന്നത്? സ്തോത്രം. കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് കൂരിരുൾ താഴ്വരയാകുന്നു? കടുന്തൂക്കായ രണ്ട് യഹൂദിയ മലനിരകളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ മിഡിൽ ഈസ്റ്റ് ജോഗ്രഫിയിൽ നിന്ന് നാം ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ രണ്ട് സ്ഥലങ്ങളും രണ്ട് ഭാഗങ്ങളാണ്. ഈ കൂരിരുൾ താഴ്വരയുടെ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളാണ്. ഈ വിൻ്റർ സീസണിൽ ഈ ആടുകൾ, ശൈത്യകാലത്ത് ഈ ആടുകൾ ഒരു സ്ഥലത്ത് നിൽക്കും. എന്നാൽ ശൈത്യകാലം തീർന്ന് സമ്മർ സീസൺ ആരംഭിക്കുമ്പോൾ, സ്പ്രിങ്ങിനപ്പുറം സമ്മറിലേക്ക് വരുമ്പോൾ, ഈ മഞ്ഞ് വീണ ആ പ്രദേശത്ത് ഈ ആടുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ജീവിക്കാൻ കഴിയത്തില്ല. പകരം അവയ്ക്ക് ബലം കിട്ടണമെങ്കിൽ, അവയ്ക്ക് ശക്തി കിട്ടണമെങ്കിൽ, അവയ്ക്ക് പച്ചയായ പുൽപ്പുറങ്ങൾ നൽകണം. സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങൾ ഒരിക്കലും അവൻ പാർത്തുകൊണ്ടിരുന്നതായിട്ടുള്ള ഈ സ്ഥലത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ ഈ സ്റ്റീപ്പ് വാലിക്ക് അപ്പുറത്താണ് കിടക്കുന്നത്. സ്തോത്രം. ഈ സീസൺ മാറുമ്പോൾ, ഈ സീസൺ ചേഞ്ചിലാണ് ദൈവം ഇടയൻ ആടിനെ എന്ത് ചെയ്യുന്നത്? ഈ കൂരിരുൾ താഴ്വരയിലേക്ക് ഇറക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, ഒരു കൂരിരുൾ താഴ്വര വന്നാൽ മനസ്സിലായിക്കൊള്ളണം, ഇത് സീസൺ ചേഞ്ച് ആണ്. സീസൺ ചേഞ്ചിലാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി കടത്തുന്നത്. സീസൺ ചേഞ്ചിലാണ്. ഒന്നാമത്തെ ഭാഗം പറയുന്നു, സീസൺ ചേഞ്ചിലാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി കടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത്? ഇത് കടുന്തൂക്കായ പർവ്വതങ്ങൾ, മലകൾ, പാറയാണ്. ആ പാറയിലേക്ക് വെളിച്ചം വരാൻ എന്തായിരിക്കുമെന്നറിയാമോ? സാധ്യത വളരെ കുറവായിരിക്കാം. എന്നാൽ ഈ കടുന്തൂക്കായ താഴ്വാരത്തിലേക്ക് ഇറക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പുറത്തേക്ക് കയറുവാനാണ്. രണ്ട്, ആ സമയത്ത് വെള്ളം എവിടെയാണ് വരുന്നതെന്നറിയാമോ? ഈ താഴ്വാരത്തിൻ്റെ അടിയിൽ ഇറങ്ങിയാലേ എന്ത് കിട്ടത്തുള്ളൂ എന്നറിയാമോ? ഈ ആടിന് വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം കൊടുക്കണമെങ്കിൽ ഇതിനെ എവിടെ ഇറക്കിയാലേ കഴിയത്തുള്ളൂ? മുകൾ തട്ടുകളെല്ലാം വരണ്ടു നിൽക്കുമ്പോൾ, മുകൾ തട്ടുകളെല്ലാം മഞ്ഞ് ഉറഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം എവിടെ വരത്തുള്ളൂ എന്നറിയാമോ? ഈ താഴെ മാത്രമേ വരത്തുള്ളൂ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, കർത്താവ് ചില സംഗതികളിൽ കൂടി നിന്നെ നടത്തുന്നത്. That is the one and only option for God to sustain you. നിന്നെ അവിടെ നിലനിർത്തണമെങ്കിൽ, നിന്നെ അവിടെ സൂക്ഷിക്കണമെങ്കിൽ, നിനക്ക് ഭൂമിയിൽ വെള്ളം കിട്ടുന്ന ഏക സ്ഥലം അതാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ആ വാലിയുടെ സ്റ്റീപ്പ് എൻഡിലേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കൂരിരുൾ താഴ്വരയിൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ പറയട്ടെ, ഈ വാലിയുടെ ആ ഡെപ്തിൽ കിടക്കുന്ന വെള്ളം തന്നെയാണ് ഇതിൻ്റെ ജീവനും ഇതിൻ്റെ ഭീഷണിയും. കാരണം ഈ വാലിയുടെ ഈ ഡെപ്തിൽ കിടക്കുന്ന വെള്ളം അറിഞ്ഞിട്ട് കാട്ടുമൃഗങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വെള്ളം കുടിക്കാൻ വരിക. ഈ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഈ ആടുകളെ കണ്ടാൽ എന്ത് ചെയ്യുക? വെള്ളം കുടിക്കാൻ വന്ന കാട്ടുമൃഗങ്ങൾക്ക് വെള്ളം മാത്രമല്ല, പിന്നെ എന്തോ കിട്ടി? ഭക്ഷണവും കൂടെ കിട്ടുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ, ജീവിതത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ് നിന്റെ വെല്ലുവിളിയുടെയും കാരണം. കൂരിരുൾ താഴ്വരയുടെ അടിത്തട്ടിൽ വെള്ളമില്ലെങ്കിൽ അവിടോട്ട് ഒരു കാട്ടുമൃഗവും വരത്തില്ലായിരുന്നോ? ഇന്ന് രാത്രി തിരിച്ചറിയണം, ഈ കൂരിരുൾ താഴ്വരയുടെ അടിത്തട്ടിൽ നിന്നെ നിലനിർത്തുന്ന ഒരു കൃപയുണ്ടല്ലോ. ആ കൃപ തന്നെയാണ് നിന്റെ ശത്രുവിന്റെ ജീസസ്. ആമേൻ, ആമേൻ. അപ്പോൾ
എന്നിട്ട് അടുത്തതായിട്ട് പറയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എനിക്കൊരു അനർത്ഥം വരത്തില്ലെന്നാണോ പറഞ്ഞത്? അല്ല, അനർത്ഥത്തെ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ഹൃദയത്തിനകത്തേക്കൊരു ഭയം വരാതെ എൻ്റെ ഹൃദയത്തിനകത്തേക്കൊരു ആശ്വാസം കൊണ്ടുവരുന്ന വേറെ 2 സാധനങ്ങളുണ്ട്. എന്താകുന്നു? എൻ്റെ വടിയും കോലും. വടിയും കോലും. ആമേൻ. അങ്ങനെ മനസ്സിനകത്ത് വെച്ചോണം. വടിയും കോലും. വടി ചെറുതും കോല് വലുതും. വടിയുടെ അറ്റത്തൊരു ഒരു ഇരുമ്പുണ്ട, ഒരു ഇരുമ്പ് ഇതുപോലെ ഒരു സംഗതി, ഒരു മുഴച്ചിരിക്കുന്ന ഒരു ഉരുട്ടിയെടുത്ത ഒരു ഇരുമ്പ് ഭാഗമുണ്ടായിരിക്കുക. അപ്പം മുമ്പിൽ പോകുന്ന ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കല്ലുകളിൽ ഈ വടി വെച്ച് ടക്കേന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഈ അടി കേൾക്കുമ്പോൾ ദൂരത്ത് നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? മാറിപ്പോകും. ഈ ടപ്പേ ഇരുമ്പ് കല്ലെ തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ മാറിപ്പോകും. മാത്രമല്ല, ഏതെങ്കിലും കാട്ടുമൃഗം വന്നു കഴിഞ്ഞാൽ ഈ ഇടയൻ ഈ വടി ചുഴറ്റി ആ മൃഗത്തെ എറിയും. ആ മൃഗത്തെ എറിയുമ്പോൾ ആ മൃഗത്തെ ചെന്ന് കൊള്ളുന്നത് ഈ വടിയുടെ ഏത് ഭാഗമായിരിക്കും എന്നറിയാമോ? അറ്റത്ത് നിൽക്കുന്ന ഇരുമ്പുണ്ടയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, സിംഹം വന്ന് എൻ്റെ ആടുകളിൽ ഒന്നിനെ പിടിച്ചപ്പോൾ ഞാൻ ചെന്ന് അതിനെ എന്തോ ചെയ്തു? അടിച്ചു കൊന്നു. അടിച്ചു കൊന്നെന്ന് പറയുന്നത് കൈകൊണ്ടാണോ അടിച്ചത്? അല്ല, തൻ്റെ കയ്യിലിരുന്ന ആ റോഡുണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് ഇരുന്നതായിട്ടുള്ള ഇരുമ്പുണ്ട വെച്ചാണ് ഒരു അടി അടിച്ചത്. സ്തോത്രം. അപ്പോൾ ഇവിടെ കൂരിരുൾ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ പറയുകയാണ്, അവൻ്റെ കയ്യിലൊരു റോഡുണ്ട്, ആ വടിയുണ്ട്. ആ വടി 1 ശത്രുവിനെ അകറ്റുന്നതാണ്. 2 ഒരു ശത്രു എൻ്റെ നേരെ വന്നാൽ അവനെ ജഡ്ജ് ചെയ്ത് അവനെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതാണ്. ആകയാൽ ഞാൻ അനർത്ഥം എനിക്ക് വരത്തില്ലെന്നല്ല പറഞ്ഞത്, അനർത്ഥത്തെ ഭയപ്പെടത്തില്ല. നിന്റെ വടി എന്നെ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, കടുത്ത കൂരിരുട്ടിലേക്ക് ഇറങ്ങുമ്പോഴും ആ ഇരുട്ടിൻ്റെ അകത്ത് മുമ്പിൽ നടക്കുന്ന ഇടയൻ കല്ലെ ടക്കേന്ന് അടിക്കുമ്പോൾ ഇടയൻ എവിടെയാണെന്ന് ആടിനറിയാം. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ വടി കൊണ്ട് പാറയിൽ അടിക്കുന്ന ടക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ആടിന് മനസ്സിലാകും, ഇടയൻ്റെ അവിടെയുണ്ട്, ഇടയൻ്റെ അവിടെയുണ്ട്, ഇടയൻ്റെ അവിടെയുണ്ട്. അപ്പോൾ ആ വടി പാറയിൽ തട്ടുന്ന, ഇരുമ്പ് പാറയിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഇതിങ്ങനെ മുമ്പോട്ട് പോകുക. കണ്ടോ, ഒരേ സമയത്ത് ഇരുമ്പ് പാറയിൽ തട്ടുന്ന ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആട് മുമ്പോട്ട് പോകും, കാട്ടുമൃഗം പുറകോട്ട് വരും. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ഓ ലാ സെക്രട്ടേറിയ, നിനക്ക് വേണ്ടി മുഴങ്ങുന്ന ഇടയൻ്റെ ശബ്ദം നിന്നെ മുമ്പോട്ട് നയിക്കുന്നതോ നിന്റെ ശത്രുവിനെ പുറകോട്ട് നയിക്കുന്നതുമാണ്. നിന്നെ മുമ്പോട്ട് നയിക്കുന്നതും നിന്റെ ശത്രുവിനെ പുറകോട്ട് നയിക്കുന്നതോ. ഈ 2026 നീ കയറുമ്പോൾ നിനക്ക് വേണ്ടി ഇടയൻ ശബ്ദമുണ്ടാക്കുകയാണ്. ഓ, നിന്റെ ശത്രു പിൻവാങ്ങുന്നു, നീ മുന്നേറുന്നു. യോർദാൻ പിൻവാങ്ങുന്നു, ഇസ്രായേൽ മുന്നേറുന്നു. പരിശുദ്ധാത്മാവ് ഈ ദൂത് ചിലരുടെ മേൽ ഭയങ്കരമായി അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ അത് സെൻസ് ചെയ്യുന്നു. ഈ 2026 നീ പ്രവേശിക്കുമ്പോൾ നീ മുന്നേറും, ശത്രു പിൻവാങ്ങും. ആമേൻ. ഞാൻ മുന്നേറും, ശത്രു പിൻവാങ്ങും. വായ് തുറന്ന് ശക്തമായി ഡിക്ലെയർ ഇറ്റ്. ഞാൻ മുന്നേറും, ശത്രു പിൻവാങ്ങും. ഞാൻ മുന്നേറും, ശത്രു പിൻവാങ്ങും. ഞാൻ മുന്നേറും, ശത്രു പിൻവാങ്ങും. അത് രോഗമാകട്ടെ, ആഭിചാരമാകട്ടെ, പൊളിറ്റിക്സ് ആകട്ടെ, മാനുഷിക തന്ത്രങ്ങളാകട്ടെ, I shall proceed and my adversary shall be scattered. ഫലമഹസതരാദിയ. ആ വടി കൊണ്ട് ഇടയൻ ഓരോ പ്രാവശ്യം പാറയിൽ തട്ടുമ്പോഴും അതെൻ്റെ മുന്നേറ്റത്തിൻ്റെ ശബ്ദമാണ്. അത് ശത്രു ചിതറുന്ന ശബ്ദമാണ്. അത് അതിടയൻ്റെ കയ്യിലിരുന്നാൽ അവൻ എന്നെ ലീഡ് ചെയ്യും. അതിടയൻ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ അവൻ എനിക്ക് വേണ്ടി ജഡ്ജ് ചെയ്യും.
is the rod of guidance and judgment. നിന്റെ വടി എന്നെ ധൈര്യപ്പെടുത്തും. ആമേൻ. അപ്പോൾ ബേത്ലഹേമിലേക്ക് പോകാൻ ഒരു കൂരിരുൾ താഴ്വരയിൽ ആരിറങ്ങിയാലേ പറ്റത്തുള്ളൂ? നവോമിയും റൂത്തും ഇറങ്ങിയാലേ പറ്റൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബിഫോർ ദ അപ്ഗ്രഡേഷൻ, ബിഫോർ ദ റിസ്റ്റോറേഷൻ, there is a dark valley. Amen. If you are in the dark valley, your season is being changed. Amen. അപ്പോൾ ചോദിക്കും, ഈ ശൈത്യകാലത്തുള്ള ആ ദേശത്തൊന്നും കിട്ടത്തില്ലയോ? ആ ദേശത്ത് എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ ഈ ആടിന് ആരോഗ്യം വരണമെങ്കിൽ ഇതെന്ത് കഴിക്കണം എന്നറിയാം? ഫ്രഷ് ഗ്രാസ് കഴിക്കണം. ഫ്രഷ് ഗ്രാസ് കിട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നു. ഇത് രണ്ടും വാസ്തവത്തിൽ എവിടുത്തെ കാര്യം തന്നെ പറയുന്നതെന്നറിയാമോ? കൂരിരുൾ താഴ്വരയിലെ കാര്യം തന്നെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പച്ചയായ പുൽപ്പുറത്തിൽ ഒരിക്കൽ കിടത്തും, കൂരിരുൾ താഴ്വരയിൽ കൂടെ മറ്റൊരിക്കൽ നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് പിന്നൊരു നടത്തും. ഓ എൻ്റെ വാസ്റ്ററെ, പച്ചയായ പുൽപ്പുറമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം കൂരിരുൾ താഴ്വര മാത്രമേ ഉള്ളൂ. നോ 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 നോ. കൂരിരുൾ താഴ്വരയിൽ കൂടി താൻ നടക്കുമ്പോൾ പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. ഒരു ഭയങ്കര സ്റ്റീപ്പ് ഇതിങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴും ഈ ആട് പറയുന്നത് എന്താണെന്നറിയാമോ? സ്വസ്ഥതയുള്ള വെള്ളത്തിൽ. ഈ വെള്ളം എന്താ ഇത്ര സ്വസ്ഥമായെന്നറിയാമോ? ഈ വെള്ളം എന്താ ഇത്ര സ്വസ്ഥമായെന്നറിയാമോ? അതികഠിന ശൈത്യമായിരുന്നു. ആ ശൈത്യത്തിനകത്ത് ഈ മഞ്ഞ് ഉരുകുന്ന വെള്ളങ്ങളൊന്നും സ്പീഡിലല്ല ഒഴുകുന്നത്. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ഭയങ്കര നിശ്ചല അസ്വസ്ഥതയുള്ള വെള്ളം. അതെ, അവിടെ നിന്ന് ഈ ആട് മുകളിലേക്ക് കയറി. അപ്പം വടി എന്തിനുള്ളതാണ്? ഗൈഡൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ സ്റ്റാഫ് നീണ്ടു നിൽക്കുന്നതാ വടിയും കോലും. ഈ കോല് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, വടി കൊണ്ട് മുമ്പിലടിക്കുമ്പോൾ ഈ കോലിങ്ങനെ ഇടയൻ വലിച്ചു കൊണ്ടുപോകും. ഈ നടന്ന് ഈ ആട് സ്പീഡിൽ കയറി പോകുമ്പോൾ ഈ ആട് ഏതേ തട്ടുമെന്നറിയാമോ? കോലെ തട്ടും. കോലെ തട്ടുമ്പോൾ ആടിന് മനസ്സിലാകും ഇടയൻ മുമ്പിലുണ്ട്. ആമേൻ. വഴി അറിയുന്നത് വടി കൊണ്ടാണ്, പക്ഷേ അടുപ്പം അറിയുന്നത് കോലുകൊണ്ടാണ്. വഴി അറിയുന്നത് വടി കൊണ്ടാണെങ്കിൽ അടുപ്പം അറിയുന്നത് കോലുകൊണ്ടാണ്. ഇനിയും ഇതൊക്കെയാണെങ്കിലും അബദ്ധവശാൽ ഈ ആടുകൾ ഇതിനകത്ത് ഈ കല്ലുകളും ശത്രുക്കളും മാത്രമല്ല ഇതിനകത്തെ വിഷയം. അടുത്ത രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഴികളും മുള്ളുകളുമാണ്. അപ്പോൾ ഒരാട്, ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഇടയൻ്റെ വടിയുടെ ഇതെങ്ങനെ ഇരിക്കുകയാണ്? വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാട് കുഴിയിൽ വീണു പോയി കഴിഞ്ഞാൽ ആമേൻ, ഈ വടി ഇടയൻ എന്തോ ചെയ്യുമെന്നറിയാമോ? തിരിച്ചു പിടിക്കും. ആട് നടക്കുമ്പോൾ അല്ല ഈ വടി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആട് കുഴിയിൽ വീണാൽ ഇടയൻ എന്തോ ചെയ്യും? ഈ വടി തിരിച്ചു പിടിക്കും. ഇങ്ങനെ ഉയർന്നു നിന്ന വടി ഈ ഇടയൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ഇത് തല തിരിച്ച് താക്കും. താത്തിട്ട് കുഴിയിൽ വീണ ഈ ആടിനെ ഇതിനകത്ത് എന്തോ ചെയ്യുമെന്നറിയാമോ? കോരി. അതാണ് പറഞ്ഞത്, ഞാൻ വീണാലും നിലം പരിചാകയില്ല, നീ എന്നെ കോരിയെടുക്കും. മുള്ളുകൾക്കിടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇടയൻ പോയി കൈകൊണ്ടല്ല അതിനെ മാറ്റുന്നത്. പകരം അപ്പോഴും ഈ നിൽക്കുന്ന ഈ വടി എന്ത് ചെയ്യുമെന്നറിയാം? അങ്ങനെ ഞാൻ കുനിയും. എന്നിട്ട് മുമ്പേ കുഴിയിൽ വീണപ്പോൾ ആടിനെ ഹുക്ക് ചെയ്ത് ഇതേ കോലുകൊണ്ട് മുള്ളിനെ ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു മാറ്റി ആട് പുറത്തു വരും. ഞാൻ വീണാൽ ഉയർത്തുന്ന കോല്, ഞാൻ കുടുങ്ങിയാൽ എൻ്റെ കുരുക്ക് അഴിക്കുന്ന പോലെ. സ്തോത്രം. അപ്പം കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും എനിക്കൊരനർത്ഥവും വരത്തില്ലെന്നല്ല പറഞ്ഞത്, എനിക്ക് ഒരനർത്ഥവും ഭയപ്പെടത്തില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ കൂരിരുൾ താഴ്വരയിൽ നിന്ന് അപ്പുറത്തേക്ക് കയറുമ്പോൾ പറയുകയാണ്, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. ശത്രുക്കൾ കാണുക, വിരുന്ന് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കൂരിരുൾ താഴ്വരയിലേക്ക് വരുമ്പോൾ ഇടയൻ അടിച്ചടിച്ചടിച്ച് ഈ കാട്ടുമൃഗങ്ങളെ ഓടിക്കും. പക്ഷെ പച്ചയായ പുൽപ്പുറത്ത് നിൽക്കുമ്പോൾ ശത്രുക്കൾ ഇപ്പുറത്ത് വന്ന്, കാട്ടുമൃഗങ്ങൾ ഇപ്പുറത്ത് വന്ന് നിന്ന് എന്തോ കാണും. അതുകൊണ്ടടാ ആട്ടിൻകൂട്ടം മുഴുവനും അവിടെ മെയ്യുന്നെന്ന് ഈ കാട്ടുമൃഗങ്ങൾ അപ്പുറത്ത് നിന്ന്
കാണും. പോട്ടെ, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാം, സമയം വേഗത്തിൽ പോകുന്നു. അപ്പോൾ ബേത്ലഹേമിലേക്ക് നവോമിയും റൂത്തും പോകണമെങ്കിൽ 3 ടെറൈനുകളെ ക്രോസ് ചെയ്യണം. ഒന്ന് ജോർദാൻ വാലി, അത് ഭൂമിയിലെ ജോഗ്രഫിക്കലി ഏറ്റവും താണു കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചില താഴ്ചകളൊക്കെ കടന്നു വരും കേട്ടോ. ആരും നേരിട്ടിട്ടില്ലാത്ത നിന്ദകളൊക്കെ കടന്നു വരും കേട്ടോ. ആരും കടന്നു പോയിട്ടില്ലാത്ത പാതകളൊക്കെ കടന്നു വരും കേട്ടോ. അപ്പം മനം അധൈര്യപ്പെടരുത്, പറയണം റിസ്റ്റോറേഷൻ, സീസൺ ചേഞ്ച്, ബേത്ലഹേം ഈസ് ബിഫോർ മീ. ആമേൻ. അവിടെ നിന്ന് അടുത്തത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? അടുത്തത് പോകുന്നത്, സ്തോത്രം, ചാവുകടലിൻ്റെ തീരത്തേക്കാണ്. ചാവുകടലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചാവുകടൽ ഒരിക്കലും മറികടക്കാൻ കഴിയത്തില്ല. മറികടക്കാൻ കഴിയാത്ത ചാവുകടലിനെ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങും. ആമേൻ. മറികടക്കാൻ കഴിയാത്ത വിഷയങ്ങളെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങും. ആമേൻ. ആമേൻ. മറികടന്നാൽ 1 ദിവസം കൊണ്ട് തീരാം. ചുറ്റി സഞ്ചരിച്ചാലോ 4 ദിവസം എടുക്കും. ആമേൻ. ഇന്ന് രാത്രി അറിയണം ദൈവവൈതലേ, പലർക്കും 1 മാസം കൊണ്ട് നടക്കുന്ന കാര്യം നീ 4 വർഷം കൊണ്ട് തള്ളുമ്പോൾ അറിയണം, നീ ചാവുകടലിനെ ചുറ്റുകയാണ്. യു ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ബേത്ലഹേം. ആമേൻ. അപ്പോൾ ചാവുകടലിനെ ചുറ്റി അവർ മുൻപോട്ട് പോവുകയാണ്. ചാവുകടലിനെ ചുറ്റി മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഏറ്റവും വലിയ പ്രയാസം ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ പ്രയാസം, ആമേൻ, 2500ഓളം അടി ഉയരത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ബേത്ലഹേമിൻ്റെ കുന്ന് ചവിട്ടിക്കയറുക എന്നുള്ളതാണ്. ആമേൻ. ആരംഭത്തിലെ കുന്ന് കയറാനായിരുന്നെങ്കിൽ എനർജി ഉണ്ടായിരുന്നേനെ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയോളമായി കൂരിരുൾ താഴ്വരയിൽ കൂടെ ഇറങ്ങി ചാവുകടലിൻ്റെ തീരത്തെ ഉഷ്ണം സഹിച്ച്, ആമേൻ, നടന്ന് തീരമണയുമ്പോഴാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? കടുന്തൂക്കായ ഒരു പാറയിലേക്ക് ചവിട്ടിക്കയറേണ്ടിയ സാഹചര്യം വരുന്നത്. അവർ ചവിട്ടിക്കയറി. ആമേൻ. ആ 2 പേരും അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ ബേത്ലഹേം എത്തും വരെയും നടന്നു. ജീവിതത്തിൻ്റെ താഴ്വാരങ്ങളെ താണ്ടുന്നവനും ജീവിതത്തിൻ്റെ ചുറ്റപ്പെടലുകളെ ചുറ്റുന്നവനും ജീവിതത്തിൻ്റെ വൻമലകളെ ചവിട്ടിക്കയറുന്നവനുമാണ് എന്ത് ചെയ്യുവാൻ കഴിയുന്നത്? ബേത്ലഹേമിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എനിക്കൊരു ബേത്ലഹേമിലേക്ക് വേണം. ആമേൻ. ചിലതിനെ റിസ്റ്റോർ ചെയ്യുവാൻ എനിക്കൊരു ബേത്ലഹേമിലേക്ക് വേണം. ചിലതിനെ റിസ്റ്റോർ ചെയ്യുവാൻ എനിക്ക് ബേത്ലഹേമിലേക്ക് പോകണം. ഇന്ന് രാത്രികാലം ചില പ്രതിസന്ധികളെ നീ മറികടക്കാൻ തീരുമാനിച്ചാൽ യോർദാൻ്റെ താഴ്വാരത്തെയും ചാവുകടലിൻ്റെ തീരപ്രദേശത്തെയും 2500 അടി ഉയരം നിൽക്കുന്നതായ 2500 അടി ഉയരം നിൽക്കുന്നതായ ആ മലയെയും ചവിട്ടി കയറാൻ നീ ഒന്ന് തീരുമാനിച്ചാൽ നീ ഒന്ന് ബേത്ലഹേമിലെത്തോ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിലെ ഒരു വിഷയം 2500 അടി ഉയരത്തിൽ നിൽക്കുന്ന യഹൂദ്യ മല പോലെ ആയിരിക്കാം. പക്ഷേ 2500 അടി ഉയരമുള്ള ഈ യഹൂദ മലയെ 5 അടി 6 അടി ഉയരമുള്ള ഈ സ്ത്രീ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ? ഈ 2500 അടി ഉയരത്തെ ചവിട്ടിക്കയറും. ഇന്ന് രാത്രി എത്ര പേർ പറയുന്നോ 2500 അടി ഉയരം ഞാൻ ചവിട്ടിക്കയറോ? 2500 അടി ഉയരം ഞാൻ ചവിട്ടിക്കയറോ? ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധി എത്ര ഉയരമാണെങ്കിൽ, നിന്റെ കഷ്ടത എത്ര ഉയരമാണെങ്കിൽ, ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാനത് കയറും. എനിക്കൊരു റിസ്റ്റോറേഷൻ വേണം. എനിക്കൊരു റിസ്റ്റോറേഷൻ വേണം. സ്തോത്രം, സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 2 ഭാഗങ്ങൾ കൂടെ പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ. സ്തോത്രം. മോവാബ് ദേശത്തിരുന്നപ്പോൾ ബേത്ലഹേമിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് നവോമി പുറപ്പെട്ടു ബേത്ലഹേമിൽ എന്തിനു വേണ്ടി? ഒന്ന് റിസ്റ്റോർ ചെയ്യപ്പെടാൻ തക്കവണ്ണം. ഈ 2025 അവസാനത്തിൽ ലെറ്റ് us proceed to Bethlehem and let us be restored. ഇന്ന് രാത്രികാലം ജീവിതത്തിൻ്റെ ഏതൊക്കെ പൂർവ്വ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇറ്റ് മേ ബി ഫിനാൻഷ്യൽ ഗ്ലോറി, it may be spiritual glory, it may be physical glory, it may be the glory of your family well-being. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ഞാനൊരു റിസ്റ്റോറേഷനെ പ്രാപിക്കാം. എൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നോ, പക്ഷേ എൻ്റെ അന്ത്യസ്ഥിതിയോ അതിമഹത്വമായിരിക്കും. എൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, എൻ്റെ അന്ത്യസ്ഥിതിയോ അതിമഹത്വമായിരിക്കും. പ്രവാചകം പ്രൗഢമർത്താനിയ. സ്തോത്രം, സ്തോത്രം.
റിസ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ ബേത്ലഹേമിൽ വന്നേ മതിയാകൂ. മോവാബിലെ കുടീരങ്ങളെയും മോവാബിലെ വിഗ്രഹങ്ങളെയും മോവാബിലെ നേർച്ചകളെയും മോവാബിലെ അന്യദൈവ ആരാധനകളെയും മുഴുവനും വിട്ടുകളഞ്ഞിട്ട് രൂത്തും നവോമിയും ഇപ്പോൾ എവിടേക്ക് വരികയാണെന്നറിയാമോ? ബേത്ലഹേമിലേക്ക് വരികയാണ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ രണ്ടുപേരും രണ്ട് കാര്യമാണ് വിട്ടുകളഞ്ഞത്. രൂത്ത് വിട്ടുകളഞ്ഞത് എന്താണെന്നറിയാമോ? അവളുടെ ട്രഡീഷനെ വിട്ടുകളഞ്ഞു. അവളുടെ അപ്പനും അമ്മയും ആരാധിച്ചു കൊണ്ടിരുന്ന സകല കുണ്ടാമണ്ടി ദൈവങ്ങളെയും വിട്ടുകളഞ്ഞു, സകല അനാചാരങ്ങളെയും വിട്ടുകളഞ്ഞു, സകല വിഗ്രഹങ്ങളെയും വിട്ടുകളഞ്ഞു, സകല വാവ്, ശബത്ത്, പെരുന്നാള്, നേർച്ച, 41, 20, 38 സകല നൊയമ്പുകളെയും വിട്ടുകളഞ്ഞിട്ടാണ് സ്തോത്രം രൂത്ത് എന്ത് ചെയ്തത്? മോവാബ് വിട്ടത്. മോവാബ് വിടാത്തവന് ബേത്ലഹേമില്ല. മോവാബ് വിടാത്തവന് അപ്പത്തിൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നിനക്ക് അപ്പത്തിൻ്റെ വീട് വേണോ? നിനക്കൊരു റിസ്റ്റോറേഷൻ വേണോ? നീ ബാലിൻ്റെ ബലിപീഠങ്ങളും ശവകുടീരങ്ങളും ആഭിചാരങ്ങളും വിളിച്ചു നേർച്ചകളും നിറഞ്ഞു നിൽക്കുന്ന അന്യാരാധന ശക്തികളെ വിട്ടുകളഞ്ഞ്, സമുദായ ബന്ധനങ്ങളെ വിട്ടുകളയാതെ, ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. രൂത്ത് വിട്ടുകളഞ്ഞത് തൻ്റെ ട്രഡീഷനെയാണ്. പക്ഷെ നവോമി വിട്ടുകളഞ്ഞത് എന്തിനെയാണെന്നറിയാമോ? നവോമി രണ്ട് കാര്യങ്ങളാണ് വിട്ടുകളഞ്ഞത്. ഒന്ന്, നവോമിയുടെ ഭർത്താവും കൂടെ എന്തോ ചെയ്തെന്നറിയാമോ? കുറച്ച് കാശുമായിട്ടൊക്കെയാണ് മോവാബി പോയത്. അവരവിടെ എന്ത് ചെയ്തെന്നറിയാമോ? നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഏതാണ്ട് 10 വർഷം അവരവിടെ ജീവിച്ചുവെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഭാഗത്ത് വായിച്ചിട്ടുള്ളൂ. അതിന് ഓതൻറ്റിസിറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ അതിനകത്ത് പറയുന്നത് അവരവിടെ 2 വീടുകൾ വെച്ചിരുന്നു. ആ വീടുകൾ വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒരു കിണർ കുഴിച്ചെന്നും ആ കിണർ കുഴിച്ചപ്പോൾ മണ്ണിടിഞ്ഞാണ് മഹ്ളോനും ഗില്യോനും ഇവർ 3 പേരും കൂടെ മരിച്ചതെന്നൊക്കെയാണ് ഒരു ചരിത്രം പറയുന്നത്. ഞാൻ അതിൻ്റെ ഓതൻറ്റിസിറ്റി പറയുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ആ ദേശത്തിൽ മോവാബിൽ ഇവരെന്ത് ചെയ്തിരുന്നുവെന്നറിയാമോ? നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നവോമി ഇപ്പം പറയാ, പോയതെല്ലാം പോട്ടെ. ഇനി വേറെ ഒരു കാര്യം, അച്ചാന് 2 പിള്ളേരുടെ ശവകുടീരം ഇപ്പോൾ എവിടെ കിടക്കുന്നേ? മോവാബിൽ. അമേൻ, അമേൻ. ഞാൻ കല്ലറ വിടുക എന്നുള്ള സാധാരണ ഉപദേശത്തിനപ്പുറം ഞാൻ പറയുകയാണ്, ചില ഇൻവെസ്റ്റ്മെൻറ്റുകളെയും ചില മെമ്മറീസിനെയും നമ്മൾക്ക് എന്തോ ചെയ്തേ പറ്റത്തുള്ളൂ, മറന്നേ പറ്റത്തുള്ളൂ. അമേൻ. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചില നൊസ്റ്റു വിട്ട് കളയാതെ, ചില നൊസ്റ്റാൾജിയ വിട്ട് കളയാതെ നിനക്ക് ബേത്ലഹേമിൽ കയറാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രൂത്ത് വിട്ട് കളഞ്ഞത് ട്രഡീഷൻ ആയിരുന്നെങ്കിൽ നവോമി വിട്ട് കളഞ്ഞത് നൊസ്റ്റാൾജിയയും അവളുടെ മെമ്മറീസിനെയും ആയിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില മെമ്മറീസ് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നിടത്തോളം നമ്മൾ തളയ്ക്കപ്പെട്ടവരാണ്. ചിലർക്ക് മുറിവുകളുടെ ഓർമ്മയാണ്, ചിലർക്ക് മുറിവുകളുടെ ഓർമ്മ. അവൻ എന്നെ പരിഹസിച്ചു, അവൻ എന്നെ ആക്ഷേപിച്ചു, അവൻ എന്നെ അടിച്ചു, അവൻ എന്നെ ഉപദ്രവിച്ചു, അവൻ എന്നെ ചതിച്ചു, അവൻ എന്നെ തകർത്തു, അവനെല്ലാം എന്നോട് ഇങ്ങനെ ചെയ്തോ. ഈ നെഗറ്റീവ് മെമ്മറീസാണ് ചിലരെ ഭരിക്കുന്നത്. ഇനി മറ്റു ചിലരെ എന്താ ഭരിക്കുന്നത് അറിയാമോ? ഞാൻ എങ്ങനെ പഠിച്ചതാ, എൻ്റെ അമ്മ അങ്ങനെ എന്നെ നോക്കിയതാ, എൻ്റെ അപ്പച്ചൻ എങ്ങനെ എന്നെ മടി വെച്ച് താലോലിച്ചതാ, എൻ്റെ അമ്മച്ചി എന്നെ തലേ വെച്ചുകൊണ്ട് നടന്നയാ, എൻ്റെ വീട്ടിൽ എന്നെ മുത്തേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ കുഞ്ഞുനാളിൽ കൊച്ചുനാളിൽ എന്നെ കണ്ട എന്തോ ഒരു സൗന്ദര്യമായിരുന്നു, ഞാൻ നല്ല ക്യൂട്ട് ബേബി ആയിരുന്നു. പക്ഷേ ഇപ്പം താണ്ട് എൻ്റെ ക്യൂട്ട്നെസ്സും പോയി, ഇപ്പം എന്നെ ആരും വിളിക്കാനുമില്ല, ഇപ്പം എന്നെ ആരും പറയാനുമില്ല. എന്നേക്കാ ഉഴപ്പി നടന്നവരൊക്കെ ഇന്ന് രക്ഷപ്പെട്ടു, ഞാൻ വെറുതെ പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്ത് അനുഭവിച്ച നന്മകൾ മുഴുവനും നമ്മളെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഹോണ്ട് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലരെ വൂണ്ടുകൾ ഹോണ്ട് ചെയ്യുമ്പോൾ ചിലരെ അവരനുഭവിച്ച ബ്ലെസ്സിങ് തന്നെ എന്ത് ചെയ്യുകയാണ്? ഹോണ്ട് ചെയ്യുകയാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലം ഉണ്ടായിരുന്നല്ലോ, ദൈവത്തിന് നന്ദി എന്ന് പറയല്ല. അയ്യോ, ഞാൻ ആരായിരുന്നെന്നറിയാം, എന്നെ തലേന്ന് ഇറക്കിയിട്ടില്ല എൻ്റെ അമ്മ എനിക്ക് നെയ്യ് ഒഴിച്ച് മാത്രമേ ബനാന ഫ്രൈ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ആ മെമ്മറീസിനെ, ആ നൊസ്റ്റാൾജിയ വിട്ടുകളയാതെ
നൊസ്റ്റാൾജിയ വിട്ടുകളയാതെ ജീവിതത്തിനകത്ത് ജീവിതത്തിനകത്ത് മുന്നേറാൻ കഴിയണമെങ്കിൽ നിനക്ക് ബേത്തലഹേമിൽ വരാൻ കഴിയണമെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകണം. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ ട്രംപ് അമേരിക്ക എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം പേടിക്കുക. എന്താണെന്നറിയാമോ? ഇവിടുന്ന് H1Bക്ക് പോയിട്ട് ഒരിക്കലും ഗ്രീൻ കാർഡ് കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. എന്നിട്ടും അവരെന്ത് ചെയ്തെന്നറിയാമോ? അവിടെ തന്നെ ജനിച്ചു, അവിടെ തന്നെ ജീവിച്ചു. എന്നിട്ട് അവരുടെ അകത്തൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ചെന്ന ഉടനെ 3-4 കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. എന്നിട്ട് ഈ 3-4 ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ സിറ്റിസൺസ് ആവും. അത് ഒരു 16-17 വർഷം എങ്ങനെയും അവിടെ പിടിച്ചു നിന്നാൽ അവർ 18 വയസ്സായി കഴിയുമ്പോൾ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിൽക്കുക. ഇപ്പോൾ ട്രംപ് വന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറയുക, ഇത്രയും ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം, ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പറയട്ടെ, ദൈവഹിതമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തത് പോയെന്ന് തന്നെ അതിനെ അംഗീകരിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവഹിതമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ദൈവഹിതമല്ലാത്ത മെമ്മറീസ്, ചില മെമ്മറീസിനെ, ചില സാഹചര്യങ്ങളെ, സംഗതികളെ വിട്ടുകളയാതെ പോകാൻ കഴിയത്തില്ല. നവോമി നൊസ്റ്റാൾജിയ പിടിച്ച് നിന്നിരുന്നെങ്കിൽ നവോമിക്ക് ഒരിക്കലെങ്കിലും ബേത്ലഹേമിൽ വരാൻ പറ്റുമായിരുന്നോ? പറ്റത്തില്ല. മഹളോൻ്റെയും കില്യോൻ്റെയും കല്ലറയ്ക്ക് ചെന്ന്, എൻ്റെ മക്കളെ നിന്നെ വിട്ടിട്ട് എങ്ങനെയാണോ പോകുന്നത്? ഞാൻ പോയാ, അമ്മച്ചി പോയാൽ പിന്നെ ആര് തിരികെ എത്തിക്കുവാടാ മക്കളെ എന്ന് അമ്മച്ചി അവിടെ കരഞ്ഞോണ്ടിരുന്നെങ്കിൽ അമ്മച്ചിയുടെ കുലവും മുഴുവനും മോവാബിൽ കിടന്ന് മുടിയത്തെ ഉള്ളായിരുന്നു. നവോമി പറഞ്ഞു, വല്യപ്പൻ്റെ കല്ലറ ആരും മെഴുകുതിരി കത്തിച്ചാലും കൊള്ളാം, കത്തിച്ചില്ലേലും കൊള്ളാം, എനിക്കും എൻ്റെ പിള്ളേർക്കും നന്നായിട്ട് ജീവിക്കണം. ഇന്ന് രാത്രി നീ തീരുമാനിച്ചോ, വല്യപ്പൻ്റെ കുഴിമാടത്തിൽ തിരി കത്തിക്കണോ അതോ നിന്റെ തലമുറ നന്നാവണോ എന്ന് നീ ചിന്തിച്ചോ. നവോമി മോവാബിലേക്ക് കാലിപ്പട്ടിയായിട്ടൊന്നുമല്ല പോയത്. നവോമി പറഞ്ഞു, ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി വന്നു. നവോമിയെ പോലെ ഒരു അഡ്വഞ്ചറസ് വുമനെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. അവിടെ കിടന്ന വസ്തുവും വീടും ഒന്നും വിൽക്കാൻ നിന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കണം, അത് വിറ്റായിരുന്നെങ്കിൽ ഞങ്ങൾക്കും എന്തായാലും നോക്കായിരുന്നു. അവൾ ഒഴിഞ്ഞവളായി തിരിച്ചു വന്നു. ഇനിയും ഈ ഒരു ദിവസം സന്ധ്യയായപ്പം നവോമി എല്ലാം കെട്ടിപ്പറക്കി വെച്ചിട്ട് രൂത്തിൻ്റെ അടുക്ക പറയാം, മോളെ ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം കാണാൻ പോവുക കേട്ടോ. എങ്ങനാ? ഇന്ന് സന്ധ്യ മയങ്ങി എല്ലാവരും അവനവൻ്റെ കിടക്കെ കയറുമ്പം നീ പതുക്കെ തലേ മൂടി അവൻ്റെ കളത്തിൽ ചെല്ലണം. ആരെങ്കിലും കണ്ടാൽ ചോദ്യമേ ഇല്ല നവോമിയുടെ മുമ്പിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അന്ന് രാത്രി രൂത്ത് കളത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരുത്തൻ അവളെ കണ്ടിരുന്നെങ്കിലോ? കള്ളിയെന്ന് പറഞ്ഞേനെ, ധാന്യം മോട്ടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞേനെ. കുറച്ചുകൂടെ കഴിഞ്ഞ് ബോവസിൻ്റെ കൂടാരത്തിനകത്ത് കയറി ബോവസ് ഉറക്കത്തിനകത്ത് ഇത്രയും ചോദിച്ചാൽ മതി, എന്ത് സംഭവിക്കും? തീർന്നു. അവളുടെ മേളിൽ അനാശാസ്യക്കുറ്റം ചുമത്തി അവളെ പിറ്റേന്ന് രാവിലെ രാത്രി മുഴുവൻ അവളെ കെട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാ ഞാൻ പറയുകയാണ്, രാത്രി പുതപ്പ് ഇട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂത്തിൻ്റെ ടെൻഷനെല്ലാം തീർന്നു. പക്ഷേ രൂത്ത് തിരിച്ചു വരുന്നിടം വരെ നവോമി തീ തിന്നുമായിരുന്നു. അതുകൊണ്ടാ ബോവസ് യവം തൂക്കി കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്നത്? നിൻ്റെ അമ്മാവിയമ്മൻ നവോമിക്ക്. എത്ര ഇടങ്ങഴിയാണ് കൊടുത്തത്? 6 എന്ന് പറയുന്നത് ഇസ്രായേലിലെ വീണ്ടെടുപ്പിൻ്റെ സംഖ്യയാണ്. ഇനി യവം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കാണിക്കുക. കാരണം ഇസ്രായേലിൽ 2 കൊയ്ത്താണ് ഉള്ളത്, യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും. അപ്പോൾ യവമാണ് ആദ്യം കൊയ്യുന്നത്, കോതമ്പാണ് രണ്ടാമത് കൊയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ
അവൻ മൂടാ നീ വിതയ്ക്കുന്നത് കോതമ്പിൻ്റെ മണിയാണ്. അപ്പം യവക്കൊയ്ത്തെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വരവും കോതമ്പ് കൊയ്ത്തെന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാപണവുമാണ്. രണ്ട് സീസൺ ഓഫ് ഹാർവെസ്റ്റ്. അപ്പം ഫസ്റ്റ് ഫേസ് ഓഫ് ഹാർവെസ്റ്റ് ആണ് റിഡംഷൻ. സെക്കൻഡ് ഫേസ് ഓഫ് ഹാർവെസ്റ്റ് ആണ് എന്ത്? റാപ്ചർ. അപ്പോൾ യവം കൊടുത്തു വിടുമ്പോൾ യവം എന്താണെന്നറിയാമോ? വീണ്ടെടുപ്പാണ്. അപ്പം 6 എന്നുള്ള സംഖ്യ വീണ്ടെടുപ്പാണ്, യവം എന്നുള്ളതും വീണ്ടെടുപ്പാണ്. അപ്പോൾ ഇത് രണ്ടും കൊടുക്കുമ്പോൾ ബോവസ് ഒരു കാര്യം നവോമിയുടെ അടുക്കൽ പറയുകയാണ്. ഇത് കണ്ടിട്ട് രൂത്തിനൊന്നും മനസ്സിലായില്ല. 6 ഇടങ്ങഴി യവം കൊണ്ടുവന്ന ഉടനെ നവോമി പറഞ്ഞു, മക്കളെ അളക്കട്ടെന്ന് പറഞ്ഞു. അളക്കട്ടെന്ന് പറഞ്ഞ 6 ഇടങ്ങഴി അളന്ന് വെച്ചിട്ട് നവോമി പറഞ്ഞു, നീ ഇനി സ്വസ്ഥമായിട്ടിരുന്നോ, കാര്യം നടന്നു. അപ്പോൾ കിട്ടിയത് വീണ്ടെടുപ്പിൻ്റെ ഒരു സൈനായിരുന്നു കൊടുത്തു വിട്ടത്. സ്തോത്രം. നീ ബേത്ലഹേമിൽ വരണം. നിൻ്റെ നൊസ്റ്റാൾജിയയും നിൻ്റെ ഡാർക്ക് മെമ്മറീസും, നിനക്ക് ഗുണകരമല്ലാത്ത എല്ലാ മെമ്മറീസിനെയും നീ കട്ട് ചെയ്യണം. ട്രഡീഷൻ ഇന്ന് അനേക ദൈവമക്കളും ട്രഡീഷനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കട്ട് ചെയ്തിട്ടില്ലെന്നറിയാമോ? മെമ്മറീസിനെ കട്ട് ചെയ്തിട്ടില്ല. ട്രഡീഷനെ കട്ട് ചെയ്തു, പക്ഷേ മെമ്മറീസിനെ കട്ട് ചെയ്തിട്ടില്ല. അമേൻ. ബ്രേക്ക് ദ ട്രഡീഷൻ, ബ്രേക്ക് ദ മെമ്മറീസ്. അമേൻ. അവിടെയാണ് നമുക്ക് ബേത്ലഹേമിലേക്ക് കയറാൻ കഴിയുന്നത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. നമ്മൾ ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ബേത്ലഹേമിലേക്ക് പോകണം. വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിന് ബേത്ലഹേമിലേക്ക് പോകണം. സങ്കടം മാറാൻ ബേത്ലഹേമിലേക്ക് പോകണം. അതിനെതിർ നിൽക്കുന്നത് ആരായിരുന്നാലും ദൈവം ജയത്തോടെ നമ്മളെ അതിനപ്പുറം എത്തിക്കും. ആമേൻ. റിസ്റ്റോറേഷന് വേണ്ടി സ്തോത്രം നമ്മൾ ബേത്ലഹേമിൽ പോകണം. ഞാൻ വീണ്ടും വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ബേത്ലഹേമിലേക്കുള്ള വിഷയത്തെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചു തരാമോ? നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. മറിയ എവിടെ താമസിച്ചിരുന്നേ? ഒന്ന് പറഞ്ഞേ. നസറേത്തിൽ. 26-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ഇടാമോ? 26-ാം വാക്യം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണം. അപ്പം മറിയ ജീവിച്ചിരുന്നത് എവിടെയാ? നസറേത്തിൽ. ഇനി യോസഫ് എവിടെ ജീവിച്ചിരുന്നത്? മത്തായി 15:33 എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്തായി 15:33, ലൂക്കോസ് 4:16 ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ മത്തായി 13:55, ലൂക്കോസ് 4:16. ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയയല്ലയോ? ആ ഭാഗം നമ്മൾ വായിച്ചാൽ നസറേത്തിലെ ഉപദേശത്തിനകത്താണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ നസറേത്തിലുള്ളവർക്ക് ഇവൻ തച്ചനാണെന്നറിയാം. ഇനി ലൂക്കോസ് 4:16 നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പിതൃനഗരം എന്ന് പറയുന്ന അവൻ വളർന്ന നസറേത്തിൽ വന്നു. അത് മത്തായി സുവിശേഷത്തിൽ മറ്റൊരിടത്ത് പറയുന്നത് അവൻ പിതൃനഗരത്തിൽ. ഈ മത്തായി 13 പറയുന്നത് 54-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവൻ പിതൃനഗരത്തിൽ തൻ്റെ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചുവെന്നാണ് പറയുന്നത്. അപ്പോൾ യോസേഫും എവിടെയായിരുന്നെന്നറിയാമോ? യോസേഫും എവിടെയായിരുന്നു? അതിൻ്റെ മുകൾ വാക്യങ്ങളുണ്ട്. യോസേഫും നസറേത്തിലായിരുന്നു, മറിയവും എവിടെയായിരുന്നു? നസറേത്തിലായിരുന്നു. ആമേൻ. ഇവർ വാഗ്ദത്തം കേട്ടത് എവിടെ വെച്ചാണ്? നസറേത്തിൽ വെച്ച്. പക്ഷെ വാഗ്ദത്തം നടക്കാൻ പോകുന്നത് എവിടെയാണ്? ബേത്ലഹേമിൽ വെച്ച്. ആമേൻ. ഇവർ നസറേത്തിൽ വെച്ച് ദൂത് കേട്ടു, പക്ഷെ വാഗ്ദത്തം നടക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? സ്തോത്രം, ബേത്ലഹേമിൽ. അപ്പോൾ ദൈവത്തിന് യോസഫിനെയും മറിയത്തെയും ബേത്ലഹേമിൽ എത്തിക്കണം, വാഗ്ദത്തം നിറവേറണമെങ്കിൽ. ആമേൻ. ദൈവം അതിനുവേണ്ടി എന്തോ ചെയ്തെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. ലൂക്കോസ് 2:1. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ആമേൻ ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ആമേൻ. അടുത്ത വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അടുത്ത വാക്യങ്ങളുടെ ആമേൻ. അടുത്ത വാക്യം 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് എടുത്തേ. 3-ാമത്തെ വാക്യത്തിലേക്ക്
എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് പട്ടണത്തിലേക്ക് യാത്രയായി. 4-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? 4-ാം വാക്യം. അങ്ങനെ യോസേഫും ദാവീദ് ഗൃഹത്തിന്റെ കുലത്തിൽ ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. ഇന്ന് ആമേൻ, ഞാൻ അതിനകത്ത് മനോഹരമായിരിക്കുന്ന ഒരു കാര്യം പറയുക. ആമേൻ, യോസഫിനെ മറിയെ നസറേത്തിൽ നിന്ന് ബേത്ലഹേമിൽ കൊണ്ടുവരണം. ഇനി 1-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ മോനെ. ആമേൻ. നസറേത്ത് എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ബേത്ലഹേം എന്ന ഒരു ഗ്രാമത്തിലേക്ക് യോസഫിനെ മറിയത്തെയും കൊണ്ടുവരണം. അപ്പം ദൈവം ആ ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ആമേ, ഇവനെ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമത്തിലേക്കൊന്ന് കൊണ്ടു ചെല്ലേണ്ടതിന് ദൈവം ഒരു യൂണിവേഴ്സൽ കൽപ്പന പുറപ്പെടുവിച്ചോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും ബേത്ലഹേമിൽ എത്തിക്കാൻ ദൈവ ലോക നിയമത്തെ ചരിപ്പിക്കാം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? നീ നസറേത്ത് വിടും, നീ ബേത്ലഹേമിലെത്തും. അതിന് ദൈവം ചിലരെ ഉപയോഗിക്കും. ആരെയാണെന്നറിയാമോ? ഔഗുസ്തോസ് കൈസറുടെ അടുക്കൽ പറയാം, നീ ഇപ്പോൾ ഒരു നിബന്ധന ഇടണമെന്ന്. ആമേൻ. അന്ന് സിറിയയിലെ ഗവർണർ ആരുമായിരിക്കട്ടെ, പക്ഷെ നിനക്ക് വേണ്ടി നിന്നെ ബേത്ലഹേമിൽ എത്തിക്കാൻ ദൈവം ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ റിസ്റ്റോറേഷൻ, നിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം, അത് ദൈവം ചില യൂണിവേഴ്സൽ ലോയെ അട്ടിമറിച്ചിട്ടായാലും ദൈവം അത് ചെയ്തെടുക്കും. ഇന്ന് രാത്രി പുസ്തകങ്ങളെ മടക്കിയാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എനിക്ക് വേണ്ടി ദൈവ ലോക നിയമത്തെ ചലിപ്പിക്കും. എനിക്ക് വേണ്ടി ദൈവ ലോക നിയമത്തെ ചലിപ്പിക്കും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ പഞ്ചായത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിന്റെ വില്ലേജിലും മുനിസിപ്പാലിറ്റിയിലും അല്ല, ഒരു വില്ലേജിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരുത്തനെ മാറ്റാൻ തക്ക വേണ്ട ദൈവം ഒരു യൂണിവേഴ്സൽ ഡിക്രി പുറപ്പെടുവിച്ചോ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നീ ബേത്ലഹേമിലെത്തും. ലോസ് മത്താനി പ്രഭാജ ഖട്ടാന മഹർത്താനി. ഒറ്റ മിനിറ്റ്. ആമേൻ. ഈ വചനം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ ഒരു വാക്യം പറയാതെ പോയി കഴിഞ്ഞാൽ അത് തെറ്റാണ്. മനോഹരമായിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ടായിരുന്നോ? ആമേൻ. എനിക്കത് പറയുവാൻ സമയമില്ല, എങ്കിലും ഞാനിന്ന് തൊട്ട് പറയാം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ബേത്ലഹേമിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. പക്ഷെ ബേത്ലഹേമിൽ ചെല്ലാൻ പറ്റാത്ത ഒരേ ഒരു കാരണമേ ബൈബിളിൽ പറയുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 7-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. കനാൻ ദേശത്തെ എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ആമേൻ. ബേത്ലഹേമിൽ എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ എന്താ മരിച്ചതെന്നറിയാമോ? അവൾക്ക് അപ്പൻ്റെ വിഗ്രഹങ്ങളെ കൂടെ വേണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക് യാക്കോബ് പറയുന്ന ഈ ദൈവത്തെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ലാബാന്റെ ദൈവം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. യാക്കോബിന്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, യാക്കോബിന്റെ ദൈവത്തെ വിളിക്കാം. പക്ഷേ എന്നാലും എൻ്റെ അപ്പന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന നല്ല മാതാവേ മറിയമേ സ്വസ്തി പാടാതെ ഞാനെങ്ങനെ എൻ്റെ കർത്താവെ മുമ്പോട്ട് പോകുന്നത്? ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് ബേത്ലഹേമിൽ എത്താൻ പറ്റത്തില്ല. നീ മരിക്കുന്നിടം വരെ ബേത്ലഹേമിൽ എത്തത്തില്ല. നീ മരിക്കുന്നിടം വരെ കേട്ടോ. ഞാൻ ഇങ്ങനെ പറയും, ബേത്ലഹേമിൽ എത്താൻ അല്പദൂരം ഉള്ളപ്പോൾ രാഹേൽ മരിച്ചുവെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, രാഹേൽ മരിക്കുന്നിടം വരെ ബേത്ലഹേമിൽ എത്താൻ പറ്റിയില്ല. മരണത്തിൻ്റെ അന്ന് റാഹേൽ പറഞ്ഞു ദോണ്ട് അവിടെ ബേത്ലഹേമെന്ന്. ആമേൻ. പക്ഷെ ഒരിക്കലും റാഹേലിന് എന്തോ ചെയ്യാൻ പറ്റിയില്ല, ബേത്ലഹേമിൽ കയറാൻ പറ്റിയില്ല. മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ബ്ലൈൻഡായിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, ബ്ലൈൻഡായിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, ബ്ലൈൻഡായിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. കർത്താവിനെ പരിപൂർണമായി വിശ്വസിക്കുക. ഒരു അൺകണ്ടീഷണലായി ദൈവത്തെ വിശ്വസിക്കുക. വേറെ ഒരു പരാശ്രയവും കൂടാതെ, വേറെ ഒരു സംഗതിയുമില്ലാതെ ദൈവത്തെ വിശ്വസിക്കുക. ആമേൻ.
ഞാൻ ഒരു ഭാഗത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 15-ാം വാക്യം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 15-ാം വാക്യം. അവിടെ ബേത്ലഹേമുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ വിഷയത്തെ കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി കൊണ്ട് പറഞ്ഞു. ഇത് വെള്ളത്തിന് വേണ്ടിയുള്ള ആർത്തിയല്ല, ഞാൻ പിന്നീട് വിശദമായി പറയാം. നിങ്ങളതൊന്ന് വായിച്ചു. അടുത്ത വാക്യം 16-ാം വാക്യം. 17-ാം വാക്യം ഒന്ന് വായിക്കും. അതിൻ്റെ മുകളിലത്തെ 16-ാം വാക്യം. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിൽ കൂടി കടന്നു ചെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ, അതിൻ്റെ 14-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അന്ന് ബേത്ലഹേമിൽ ഫെലിസ്ത്യരുടെ പാവൽ പട്ടാളം ഉണ്ടായിരുന്നു. കണ്ടോ എൻ്റെ സഹോദരങ്ങളെ, ഈ റിസ്റ്റോറേഷൻ വരേണ്ട, ബ്ലെസ്സിങ് വരേണ്ട, ആമേൻ, ഹൗസ് ഓഫ് ബ്രെഡിനെ ഇപ്പോൾ ആര് പിടിച്ചു വെച്ചിരിക്കുകയാണ്? ഫെലിസ്ത്യരുടെ പട്ടാളം പിടിച്ചു വെച്ചിരിക്കുക. ആമേൻ. പക്ഷേ ഇപ്പോൾ ദാവീദ് ആർത്തി കൊണ്ട് പറയുകയാണ്, ഫെലിസ്ത്യർ പിടിച്ചു വെച്ചിരിക്കുന്ന ബേത്ലഹേം, ആ കിണറ്റിലെ വെള്ളം നമുക്ക് കുടിക്കണം. ആമേൻ. ഇന്ന് രാത്രി എന്നാൽ ആ വെള്ളം കൊണ്ടുവന്നപ്പോൾ ദാവീദ് അത് കുടിച്ചില്ല. അത് ദൈവത്തിനു വേണ്ടി താൻ നിവേദിച്ചു. ഞാൻ പറയട്ടെ, നിന്റെ റിസ്റ്റോറേഷനെ, അനുഗ്രഹത്തെ ഫെലിസ്ത്യ പട്ടാളം കയറി പിടിച്ചാൽ, അവൻ അതിൽ ക്യാമ്പിട്ടാൽ, ആമേൻ, അതിനെ തിരിച്ചു പിടിക്കണമെന്ന് ഒരാർത്തി ജീവിതത്തിനകത്തുണ്ടാകണം. കണ്ണുകളെ അടച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഒറ്റ വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒറ്റ വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലർക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങളെ, മറിയത്തെ യോസഫിനെയോ ആമേൻ ബേത്ലഹേമിൽ എത്തിക്കാൻ വേണ്ടി ഒരു ലോകത്തിൻ്റെ മുഴുവനും നിയമം ദൈവം മാറ്റി. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യോ. കണ്ണുകളെ അടച്ചാട്ടെ. എൻ്റെ കർത്താവെ, ഇന്ന് രാത്രി ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ഈ ജനത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടി, ഈ ജനത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ഈ ജനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ ജനത്തിൻ്റെ അത്ഭുതത്തിന് വേണ്ടി, അങ്ങയുടെ പൊന്നു മക്കൾക്ക് വേണ്ടി എൻ്റെ കർത്താവ്, എൻ്റെ യേശു അപ്പച്ചൻ ലോക നിയമങ്ങളെ ചലിപ്പിച്ച്, രാജാക്കന്മാരെ ചലിപ്പിച്ച്, അധികാരങ്ങളെ ചലിപ്പിച്ച്, യേശു അത് അങ്ങ് ചിലത് ചെയ്യുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ലോക നിയമങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോക നിയമങ്ങളെ ദൈവം ചലിപ്പിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ചില ലോക നിയമങ്ങൾ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുക. എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഹൃദ്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വന്നപ്പോൾ മുതൽ വ്യാപരിച്ച വലിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ബേത്ലഹേമിൽ വാഗ്ദത്തം നിവർത്തിക്കും. ഹല്ലേലൂയ. ബേത്ലഹേമിലെ സങ്കടം മാറും. ഹല്ലേലൂയ. സ്തോത്രം. ബേത്ലഹേം